കളിയോടം ക്ലാസ്സിൽ കയറിയാൽ മതി. ഇന്നത്തേക്ക് കൂടി ഇറങ്ങി പൊയ്ക്കോളൂ. വിശ്വസിക്കുന്നവർ തന്നെ ചിലരെ തീണ്ടിക്കൂടാ, ചിലരെ തൊട്ടുകൂടാ, ചിലർക്ക് ക്ഷേത്രങ്ങൾ കടക്കാൻ വയ്യ. എന്താ കുമാരപിള്ളേ? കാറിന്റെ ബാക്ക് വീലിൽ കാറ്റ് തീരെ നിൽക്കുന്നില്ല. ഈ ട്യൂബ് ഒന്ന് മാറണം. താൻ ഈ ഒന്നരക്ക് കാറ്റ് മേടിക്കുന്നതുകൊണ്ടല്ലേ രാവിലെയും വൈകുന്നേരം കാറ്റ് തീരുന്നത്? വാങ്ങിക്കുമ്പോ ഒരു 4 അണയ്ക്ക് ഒന്നിച്ചങ്ങ് വാങ്ങിച്ചേക്കണം അല്ലേ ഭാർഗ്യമ്മേ? പറഞ്ഞല്ല, ഇനി ഞാൻ മേടിച്ചോളാം. കുമാരപിള്ള കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമോ? എന്നാ ഞാനിങ്ങോട്ട് നീങ്ങുക. രാവിലെ എങ്ങോട്ടാ? നാളികേരം എല്ലാം ഉണങ്ങിപ്പൊഴിയുന്നു. ഇന്ന് കണ്ടത്തിൽ വിതയാണെന്നുള്ളത് അറിഞ്ഞുകൂടെ? കളയെടുക്കുമ്പോഴും വേണേ പോകാതിരിക്കാം, കൊയ്യുമ്പോഴും പോകാതിരിക്കാം. പക്ഷെ വിതയ്ക്കുമ്പോൾ പോകാതിരിക്കാൻ ഒക്കുമോ? ഒക്കെയല്ല. ഇതും കൂടി ഇതാ പേനയും കൂടി ഗോപി, നീങ്ങി വന്നേ. നീ ഇന്ന് പുസ്തകമൊന്നും കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയി. എന്നിട്ട് എവിടെ? എന്തിനാ ഒന്നും മിണ്ടാത്തത്? വഴിയിലെങ്ങാനും കളഞ്ഞോ? ഇല്ല. പിന്നെ എവിടെ പോയി? 2 പുസ്തകവും 2 ബുക്കും. 2 പുസ്തകവും 2 ബുക്കും രാധയ്ക്ക് കൊടുത്തു. രാധയ്ക്കോ? എന്തിന്? ബുക്കും പുസ്തകവും ഇല്ലാഞ്ഞിട്ട് അവളെ ക്ലാസ്സിൽ നിറക്കി വിട്ടു. അതിന് നിനക്കെന്താ ചെയ്തം? നാട്ടിലുള്ള തള്ളിപ്പിള്ളേരുടെ ഒക്കെ കാര്യം നോക്കുന്നത് നീയാണോ? എന്താ അസത്തെ? അവള് പാവമല്ലേ അമ്മേ? എന്നാ പഠിക്കലെ കണ്ട ഒരു 10 പറയാൻ എഴുതിക്കൂടെ? ഒരു സഹായക്കാരന് കഴിയുന്ന സഹായമെല്ലാം രാധയ്ക്ക് ചെയ്തു കൊടുക്കണം കേട്ടോ മോനെ. വിചാരിച്ചു അച്ഛൻ എന്നെ വഴക്ക് പറയുമെന്ന്. എടാ, പാവപ്പെട്ടവരെ സഹായിക്കുന്നത് കൊണ്ട് ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കേ ഉള്ളൂ. പോരെങ്കിൽ രാധയുടെ അച്ഛനും ഞാനും വലിയ കൂട്ടുകാരായിരുന്നു.
രാധയ്ക്ക് കൊടുത്തതുകൊണ്ട് ഒരു പുസ്തകവും ഒരു ബുക്കും കുറവുണ്ട് അച്ഛാ. സാരമില്ല, അത് നമുക്ക് നാളെ വാങ്ങിക്കാം കേട്ടോ. അമ്മേ അമ്മേ, അമ്മ കണ്ടോ ഈ ബ്ലൗസ്? ഞാൻ എന്ത് ചെയ്യും മോളെ? എങ്ങനെയെങ്കിലും ഒരു ബ്ലൗസ് എനിക്ക് തയ്പ്പിച്ചു. ഈ വർഷം മുഴുവൻ ഞാൻ അതും കൊണ്ട് നടന്നോളാം. എന്റെ മോള് നല്ല ബ്ലൗസും പാവാടയും വിട്ട് നടക്കുന്നത് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് മോളെ. പക്ഷേ അമ്മയ്ക്ക് വിഷമമാണെന്ന് എനിക്കറിയാം. എന്നാലും ഒരു ബ്ലൗസ്. ഭാർഗവേമ്മയോട് 2 രൂപ ചോദിച്ചു നോക്കട്ടെ, കിട്ടിയാ ഭാഗ്യം. കൊച്ചമ്മേ, എന്താ? ഇന്ന് വൈകുന്നേരം എനിക്കൊരു 2 രൂപ തരണം. കഴിഞ്ഞ മാസത്തെ ശമ്പളം തീർത്തു തന്നല്ലേ? അതെ. ഇന്ന് തീയതി 10. 30-ാം തീയതിക്ക് മുമ്പ് ഒരു പൈസ പോലും ചോദിക്കണ്ട. പെണ്ണിനൊരു ബ്ലൗസ് തയ്പ്പിക്കാനാ. കീറിയ ബ്ലൗസും കൊണ്ട് അവള് പള്ളിക്കൂടത്തിൽ പോകുന്നത്. കഴിഞ്ഞ വർഷമേ ഞാൻ പറഞ്ഞത് അവളെ പള്ളിക്കൂടത്തിൽ വിടണ്ടെന്ന്. കൂനറിയാതെ ഞെളിയുന്നത് എന്തിനാ? അവൾക്ക് വലിയ ആശയാ കൊച്ചമ്മ. ആശയല്ലടി, അഹങ്കാരമാ. അവള് വല്ല വീട്ടിലും പോയി അടുക്കളപ്പണിക്ക് നിന്നാലേ ചെലവും കഴിഞ്ഞ് മാസം 2-3 രൂപയെങ്കിലും കിട്ടത്തില്ലേ? ഇത്ര ചെറുപ്പത്തിലെ വീട്ടുവേലയ്ക്ക് വിടുന്ന എങ്ങനെയാ കൊച്ചമ്മ? വിടണ്ട. കണ്ട ആമ്പിള്ളേരെ പറ്റിച്ചേ ബുക്കും പുസ്തകമൊക്കെ വാങ്ങിച്ച് അവള് പഠിച്ചോളൂ. ദേ ഒരു കാര്യം, അവളോട് പറഞ്ഞേക്കണം, മേലാൽ എന്റെ ഗോപിക്കുട്ടനുമായിട്ട് കൂട്ടുകെട്ടിന് പോന്നേക്കരുതെന്ന്. എടീ, ഇത്ര ചെറുപ്പത്തിൽ അവളിങ്ങനെ തുടങ്ങിയപ്പോഴേ കുറച്ച് പ്രായമാകുമ്പോ എന്തായിരിക്കും പണി? അതെ, നീ ഇങ്ങനെ തൂത്തും തളിച്ചോക്കി നിന്നാ മതിയോ? പള്ളിക്കൂടത്തിൽ പോണ്ടേ? ഇന്ന് പഠിത്തമില്ല, വാർഷികമാ. ഓഹോ, രാധയ്ക്ക് 3-4 സമ്മാനമുണ്ട്, പാട്ടിനും ഡാൻസിനും ഒക്കെ. ഞാനിന്ന് പോകുന്നില്ല. അതെന്താ? നിനക്ക് സമ്മാനം വാങ്ങണ്ടേ? എനിക്ക് മനസ്സിലായി അച്ഛാ, രാധയ്ക്ക് ബ്ലൗസ് ഇല്ല, അതാ കാര്യം. ഉച്ച കഴിഞ്ഞില്ലേ വാർഷിക യോഗം? 3 മണിക്കാ. ശരി, വാ പറയട്ടെ. ഈ രൂപ കൊണ്ടുപോയി ഒരു ബ്ലൗസ് തപ്പിച്ചിട്ടും കൊണ്ട് പള്ളിക്കൂടത്തിൽ പറ്റും. വേണ്ടെന്ന് പറയാതെ നിന്റെ അച്ഛൻ തരുന്നത് പോലെ വിചാരിച്ചോ മോളെ. അമ്മ വഴക്ക് പറയും. അമ്മ ഒരു വഴക്കും പറയില്ല. നിന്റെ അച്ഛനും ഞാനും വലിയ കൂട്ടുകാരായിരുന്നു, അറിയാമോ? വേഗം തച്ചു. എന്താ ചീവീട് പോലെ ശബ്ദം? അയ്യോ, ഇത് നല്ല വിലയുള്ള സാധനമല്ലേ? ഇതിന്റെ വില 12 രൂപയാണ്. ഭഗവാനെ, ഇവ മുടിപ്പിക്കും. എടാ, നീ രൂപ വെട്ടിന്ന് കട്ടെടുത്തതല്ലേ? ഇത് ഞാൻ മേടിച്ചതല്ലേ. പിന്നെ ഇത് രാധയ്ക്ക് സമ്മാനം കിട്ടിയതാ, അവൾ എനിക്ക് തന്നതാ. ആഹാ, അവക്ക് വേറെ വല്ലതും കിട്ടിയോടാ? വേറെ 2 സ്റ്റീൽ പാത്രവും ഉണ്ട്. മണ്ടച്ചാരെ, അതിഞ്ഞ് മേടിച്ചോണ്ട് പോരാൻ വയ്യായിരുന്നു? അമ്മയ്ക്ക് വേണമെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കും. നിന്നെയൊക്കെ തിന്നു മുടിക്കാൻ കൊള്ളാം. തെണ്ടിപ്പെണ്ണാണേലും അവള് സമ്മാനം വാങ്ങിച്ചോണ്ട് വന്ന കണ്ടില്ലേ? ഇതിന്റെ ശബ്ദം കേട്ടിട്ട് ചെവിക്കല്ല് പൊട്ടുന്നു. അങ്ങ് പറമ്പരെങ്ങാനും കൊണ്ടുവച്ചു പോവുക. ഞാനൊരു സിനിമാറ്റം നോക്കിയാണമ്മേ. സിനിമ ഒന്നും ഇവിടെ വേണ്ട. സിനിമാ പാട്ടൊക്കെ അങ്ങ് പള്ളിക്കൂടത്തിൽ ചെന്നിട്ട്. കൊള്ളാമല്ലോ. നീ ഒന്ന് കിട്ടുള്ളൂ നോക്കട്ടെ. കിട്ടുള്ളക്ക് അറിയാമോ ഇത് മുതൽ? കിട്ടുള്ള സാറിന് അറിയാൻ വയ്യാത്ത പണി വേറെ വല്ലതും ഇങ്ങോട്ടൊന്നിരുന്നേ. എന്തൊരു പണിയായത്? അതേ മൂടിക്കൊണ്ട് ഊതിയാലേ നല്ല ശബ്ദം കേൾക്കത്തുള്ളൂ. ഇങ്ങോട്ടാ. ഉദിക്കെ ഉദിക്കെ ഉറക്കെ ഉറക്കെ. ഉറക്കെ അയ്യോ, കഷ്ടമായല്ലേ കെട്ടുവിളച്ചേട്ടാ. ഗോപിയാണെന്നാ ഞാൻ വിചാരിച്ചത്. ചേച്ചെ, കെട്ടുവിളച്ചേട്ടനെ ഞാൻ തല്ലിയല്ലോ. അത് സാരമില്ല ഭാർഗവമേ, ഇതെല്ലാം കിട്ടുള്ളിക്ക് പ്രാക്ടീസാ. മിനിഞ്ഞാന്ന് രാവിലെ ഇതുപോലെ തന്നെ നമ്മുടെ ഭാര്യ കല്യാണിക്കുട്ടി ചൂല് കൊണ്ടൊരു 3 പ്രയോഗം. അയ്യോ, ചൂല് കൊണ്ട് തല്ലിയോ? ഭാർഗവമേ,
ചീത്ത പറഞ്ഞാൽ തിരിച്ചു പറയാം, വഴക്ക് പറഞ്ഞാൽ മറുപടി പറയാം, ചൂലുകൊണ്ട് തല്ലിയാൽ അതിന് തിരിച്ചു തല്ലാൻ ഒക്കുമോ? ഒക്കുകയില്ല. നിന്റെ പണിയായിരുന്നോ? നീ എവിടെ പോവാ? നീ ഇവിടെ വാ. ആ തെണ്ടി പിള്ളേരുടെ കൂടെ കളിക്കാൻ അങ്ങനെ പോകണ്ട. ഇവിടെ ആ വാതിലിന്റെ മുകളിൽ താക്കോലുണ്ട്, അതെടുത്ത് വേഗം വാതിൽ തുറക്കും. ശരി. ഗോപി, ഗോപി, ഏലാ തള്ളി പിള്ളേരുടെ കൂടെ കളിക്കാൻ പോവോ? പോയില്ലെന്ന് പറഞ്ഞാലേ കഥ തുറക്കുള്ളൂ. അകത്ത് കുറ്റിയിട്ടിരിക്കുന്നു. കഥ തുറക്കണ, കഥ തുറക്കണ. വേണു അവൻ മഹാപിഴയാ. അങ്ങനെ ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പൊ കേട്ടില്ലേ? ഇപ്പോഴാ കേൾക്കുന്നത്. ആ ചെറുക്കനോടൊന്ന് പറഞ്ഞേരെ ഞങ്ങളുടെ ഗോപിയുമായുള്ള കൂട്ടുകെട്ട് വേണ്ടാന്ന്. ആ ഏറ്റാളി മാധവന്റെ മകന്റെ കൂട്ടത്തിലോ ആ ചുമട്ടുകാരൻ കുര്യന്റെ മകന്റെ കൂട്ടത്തിലോ നടക്കാൻ പറയാം. പറഞ്ഞാൽ പറയാൻ നല്ല സാധനം വീക്കൂടെ കൊടുക്കണം. കൊടുക്കാം. അമ്മേ, അമ്മേ, അമ്മേ. എന്നാ മോനെ? എനിക്ക് 10 രൂപ വേണം. എന്തിനാ? ഒരു പേന വാങ്ങാൻ. നിന്റെ പേന എവിടെ? അത് വഴിയിലെങ്ങാണ്ട് കളഞ്ഞു പോയി. 12 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ച പേനായി അറിയാമോ? നീ ഇനി പേന കൊണ്ട് എഴുതണ്ട. അങ്ങനെയാണെങ്കിൽ ഞാൻ പള്ളിക്കൂടത്തിൽ പോകുന്നില്ല. അല്ല, നല്ല കളിയാണല്ലോ. ഇങ്ങനെ നശിപ്പിക്കാൻ തുടങ്ങി എങ്ങനെ ജീവിക്കാനാ? എടാ പള്ളിക്കൂടത്തിൽ പോകാന്. ഞാൻ പോകുന്നില്ല. നാശം. ആ വാപ്പയുടെ കടയിൽ നിന്ന് ഒരു പേന വാങ്ങിച്ചു. ഞാൻ പറഞ്ഞെന്ന് പറ. എടാ നിന്റെ സാറിനോട് പറയണ വഴിയിലൊക്കെ നോക്കാന്. 12 രൂപയുടെ പേനായാ. ഈ ജാനകി, നിന്റെ പല്ലിന് വേദന കുറവില്ലയോടി? കുറച്ച് കുറവുണ്ട്. ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. ഇതെന്ന് പൊഴിഞ്ഞ തേങ്ങയല്ല എന്തിയടി? 2 എണ്ണമേ പൊഴിഞ്ഞുള്ളൂ. അത് അവിടെ കൊണ്ട് തന്നു. ആര് പറഞ്ഞു 2 എണ്ണമേ പൊഴിഞ്ഞിട്ടുള്ളൂ? ഒരു രജിസ്റ്റർ കത്തുണ്ട്. ഇത് മഷിയില്ലല്ലോ. ഇവിടെ പേനയുണ്ടോ ജാനി ചേച്ചി? ഓ, ഇവിടെ ആ പേന ഇരിക്കുന്നത്. പെണ്ണിന്റെ ഒരു പേന ഇരിക്കുന്നുണ്ട്, നോക്കട്ടെ. താൻ പൊയ്ക്കോ, പേന ഞാൻ കൊടുത്തോളാം. ജാനകി നീ വാ. ജാനകി നീ മോഷ്ടിക്ക് പോടി. ഞാനോ? ആ നീ തന്നെ. കുറേശ്ശെ കാട്ടെടുക്കും അല്ലയോ? എന്റെ കൊച്ചമ്മ ഒരിക്കലുമില്ല. ഈ പേന എവിടുന്ന് കിട്ടി? പെണ്ണിന്റെ പേനായ. പെണ്ണിനെ എവിടുന്ന് കിട്ടി? എനിക്കറിയാം മെയ്യ കൊച്ചമ്മ, വല്ല പിള്ളേരുടെ മറ്റോ എഴുതാൻ മേടിച്ചതായിരിക്കും. മുഖത്ത് നോക്കി കള്ളം പറയുന്നു. ഈ പേന നീ ഇവിടുന്ന് മോട്ടിച്ചുകൊണ്ടുപോയി നിന്റെ മോക്ക് കൊടുത്തതല്ലേ? ദൈവദോഷം പറയരുത് കൊച്ചമ്മേ, ഈ ജാനകി അങ്ങനത്തോളല്ല. എടീ മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. ഈ പേന നീ ഇവിടുന്ന് എടുത്തതല്ലേ? അല്ല. കള്ളി. അയ്യോ.
പോയിട്ട് 7 കൊല്ലമായി കൊച്ചമ്മ. വിയർപ്പും കണ്ണീരും കുടിച്ചാൽ ഞങ്ങൾ ജീവിക്കുന്നത്. എന്നാലും വേറൊരുത്തന്റെ പഠിക്കത്ത് എണ്ണാൻ പോയിട്ടില്ല. ഒഴിഞ്ഞു വീണ ഒരു പഴുത്തര പോലും ഞങ്ങൾ എടുത്തിട്ടില്ല. ഇനിയോട്ട് എടുക്കുകയുമില്ല. അമ്പടി പച്ചപ്പരമാർത്തി ഇവിടുത്തെ മേശപ്പുറത്തിരുന്ന പേന നീ എടുത്തുകൊണ്ട് പോകാതെ നിന്റെ വീട്ടിലോട്ട് പറഞ്ഞു വന്നായിരിക്കും. ഞാൻ പാവപ്പെട്ടവളാണെങ്കിലും ഇന്നതൊക്കെ ചെയ്യാവൂവെന്നും ഇന്നതൊക്കെ ചെയ്യരുതെന്നും നല്ല ഉറപ്പുള്ള ഒരു മനസ്സെനിക്കുണ്ട്. ഒരു മനസാക്ഷിക്കാരത്തി നിന്നെ ഇപ്പൊ പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത്. ഇക്കാര്യത്തിന് ദൈവത്തിന്റെ മുമ്പിൽ നിർത്തിയാലും എനിക്ക് പേടിയില്ല കൊച്ചമ്മ. ഞാൻ കട്ടെടുത്തൊന്ന് ദൈവം പോലും പറയത്തില്ല. പിന്നെയല്ലേ കൊച്ചമ്മയുടെ പോലീസ്. കിട്ടുള്ള ഒരു കള്ളം തെളിഞ്ഞു. കളഞ്ഞുപോയ പേന എവിടുന്ന് കിട്ടി? എവിടെ വീട്ടിൽ നിന്ന്? കണ്ണിരിക്കെ കൃഷ്ണമണി കൊണ്ടുപോകുന്ന ജാതിയില്ലയോ? നിന്റെ ഈ മുതലക്കണ്ണിന് കണ്ടാ ഞാൻ മയങ്ങത്തില്ല. നേരെ ഈ അടിച്ചതിനകത്ത് കയറിപ്പോകരുത്. ഞാൻ കട്ടെടുത്തതായിരുന്നെങ്കിൽ ഒപ്പിടാൻ ചോദിച്ചപ്പോ ഞാനെടുത്ത് കൊടുക്കുമോ കിട്ടൂടെ ചേട്ടാ? എവിടെ കട്ടെടുക്കാതെ പിന്നെ ഇവിടെ ഇരുന്ന പേന ഇവിടെ വീട്ടിൽ ചെല്ലുമോ കിട്ടൂളെ? ജാനകി പറയുന്നതും സത്യം, ഭാർഗ്യക്കുഞ്ഞ് പറയുന്നതും ന്യായമാണ്. ഇതിന്റെ ശരിയേതാണെന്ന് പറയാൻ ഒക്കുമോ? ഓക്കെ, ഞാൻ പെണ്ണിനെ ഇങ്ങോട്ട് വിളിക്കാം. കൊച്ചമ്മനെ ചോദിക്കണം പേന എവിടുന്ന് കിട്ടിയെന്ന്. നിന്റെ മോളല്ലേ അവള്? അവളോട് ചോദിച്ചാൽ പറയും രൂപ കൊടുത്ത് മേടിച്ചാണെന്ന്. ഞാൻ ചോദിക്കാനും പറയാനും ഒന്നും വരുന്നില്ല. മേലാൽ അമ്മയും മകളും ഈ പഠിക്കാത്ത കാല് കുത്തിപ്പോകരുത്. പൊയ്ക്കോ. ഞങ്ങൾ എങ്ങനെ ജീവിക്കും കൊച്ചമ്മ? കട്ടിൽ നിന്ന് ജീവിക്കടി. ഇറങ്ങി പോകാന് കിട്ടൂല ചേട്ടാ. ഇറങ്ങി പോടി. അമ്മ അമ്മ ഞാൻ ജയിച്ചു. പേനും ഗോപിയും ഒക്കെ ജയിച്ചു. അമ്മ എന്തിനാ കരയുന്നേ? തൊട്ടു പോകരുത്. പിന്നെ ആരാ കക്കാൻ പഠിച്ചു? ആരാടി? അതൊന്നും കട്ടില്ല അമ്മേ. വള്ളം പറയുന്നു. വലിയ വീട്ടിൽ നീ പേന അങ്ങോട്ട് തിരിയോടി. ഇവിടെ വലിയ വീട്ടിൽ ഒരു പേന മോട്ടിച്ച് ഇവിടെ കൈ ഞാനിന്ന് കട്ടെടുത്തല്ല, ഞാൻ കൊടുത്തതാ. പേന ഞാൻ കട്ടെടുത്തതാണെന്ന് പറഞ്ഞ് കുഞ്ഞിന്റെ അമ്മ എന്നെ ആട്ടി പുറത്താക്കിയിരിക്കുക. കഞ്ഞുകൂടി മുട്ടി കുഞ്ഞ്. പേന ഞാൻ കൊടുത്തതാണെന്ന് അമ്മയോട് പറയാം. വേണ്ട മോനെ, ഇനി ഒന്നും പറയണ്ട. പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. ദൈവത്തെ ഓർത്ത് മോൻ ഒരു കാര്യം ചെയ്യണം. ഇനി ഇവളോടുള്ള കൂട്ടുകെട്ട് അങ്ങ് നിർത്തിയേക്കണം. ഇല്ലെങ്കിൽ ആ കാരണം പറഞ്ഞ് ഞങ്ങളെ എവിടെ ഇറക്കി വിടുകയും കൂടെ ചെയ്യും. കിടപ്പാടമില്ലാത്ത പാവങ്ങളാ ഞങ്ങള്. കാര്യമില്ലാതെ ഞാൻ എന്റെ കുഞ്ഞിനെ ഒരുപാട് തല്ലി. തൊട്ടും നൊന്തില്ല. നൊന്തെന്ന് എനിക്കറിയാം, നല്ലവണ്ണം നൊന്തു. ഇതുവരെ നിന്നെ ഞാൻ നുള്ളി നോവിച്ചിട്ടില്ല മോളെ. നിന്റെ അച്ഛൻ മരിച്ചതിൽ പിന്നെ ഈ മുഖത്ത് നോക്കിയാ മോളെ ഞാൻ ആശ്വസിച്ചിട്ടുള്ളത്. അമ്മ കരയാതെ. നമ്മൾ ഇനി എങ്ങനെ ജീവിക്കും മോളെ? അമ്മ കരയാതിരിക്കും. നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം. പമ്പയാറൊഴുകുന്ന നാടേ
കുഞ്ഞിനെ ഡാക്ടർ പരീക്ഷയ്ക്ക് വിടണമെന്നാണോ ഉദ്ദേശം? എന്റെ മനസ്സിൽ അതൊരു വലിയ ആഗ്രഹമാണ്. പക്ഷെ പരീക്ഷാഫലം അറിഞ്ഞ് തീരുമാനിക്കാൻ ഒക്കുള്ളൂ. അതെന്താ? 1ാം ക്ലാസ് ജയിച്ചെങ്കിലേ മെഡിക്കൽ കോളേജിൽ പ്രവേശനം കിട്ടുള്ളൂ. കുഞ്ഞെന്ത് ഇറുക്കായി പറയുന്നത്? ഗോപിക്കുഞ്ഞ് 1ാം ക്ലാസ് ജയിച്ചിട്ട് കൊല്ലം എത്രയായി? ആ 1ാം ക്ലാസ് അല്ല, ഇപ്പൊ പഠിക്കുന്ന ക്ലാസ്സിൽ നിന്ന് 1ാം ക്ലാസ്സിൽ ജയിക്കണം. അപ്പൊ ഇപ്പോഴത്തെ ക്ലാസ് ഏതാ? 15ഓ 16ഓ? ഫ്രീ എന്ന് പറയും. വേണ്ട വേണ്ട വേണ്ട, ആ പണി ഇവിടെ വേണ്ട. വലിയ വീട്ടിലെ കുഞ്ഞിന് ഫ്രീ ആയിട്ട് ആരും പഠിപ്പിക്കണ്ട. ദൈവം സഹായിച്ച് കാശ് കൊടുത്ത് പഠിക്കാനുള്ള മുതൽ ഇവിടെ ഉണ്ട്. ഫ്രീ അല്ല, BA താഴത്തെ ക്ലാസ്സാ. കേട്ടിട്ടില്ലയോ പ്രീ യൂണിവേഴ്സിറ്റിന്ന്? ഓ ഉണ്ട്. ഞങ്ങളുടെ കല്യാണിക്കുട്ടി ഒരു കൊല്ലം അതിന് പഠിച്ചതാ. ഫ്രീ ആയിട്ട് ചുറ്റി. മോനെ വേണു, നമ്മുടെ വലിയ കുട്ടി ഗോപിയെ ഡാക്ടർ പരീക്ഷയ്ക്ക് പഠിപ്പിക്കാൻ പോവുക. അത് കേട്ടപ്പോൾ മുതൽ എനിക്കൊരാശ. എന്താ വെച്ചാ? നിന്നെയും ഡാക്ടർ പരീക്ഷയ്ക്ക് പഠിപ്പിച്ചാലെന്താന്ന്. കഴുകൻ പറക്കുന്നതിനൊപ്പം കോഴിക്ക് പറക്കാൻ ഒപ്പം വെച്ച അത്ര ഉയരത്തിൽ ചിന്തിക്കാൻ പോലും നമുക്ക് അവകാശമില്ല. എങ്കിലും മനസ്സിൽ ആഗ്രഹം മുറുകിപ്പോയി മോനെ. ഏതായാലും ജയിക്കുമെന്ന് നോക്കട്ടെ. ജയിച്ചു അമ്മേ, വേണു ജയിച്ചു. 1ാം ക്ലാസ്സിൽ ജയിച്ചു. ഗോപിയോ മോളെ? പാവം തോറ്റുപോയി. ഈശ്വരൻ സഹായിച്ചു. 1ാം ക്ലാസ്സിൽ വേണു ജയിച്ചല്ലോ, അത് മതി. ഗോപി തോൽക്കണമെന്നായിരുന്നു അമ്മയ്ക്ക്. അതല്ല മോളെ, ഗോപി ജയിച്ചാൽ എന്താ തോറ്റാൽ എന്താ, ധാരാളം പണമില്ലേ. മറ്റതങ്ങനെയാണോ? കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതല്ലേ. അരിയുടെ വിലവർധനയിൽ പ്രതിഷേധിച്ച് 2 പോലീസുകാർ ഇരട്ട പ്രസവിച്ചിരിക്കുന്നു. എന്താ കിട്ടുള്ളേ ചിരിക്കുന്നേ? കൊച്ചമ്മ ഇതെന്താ വായിച്ചത്? പത്രത്തിലുള്ളതുപോലെയാണോ വായിച്ചത്? പിന്നെ ചുമ്മാതാണോ? ഇങ്ങോട്ട് നോക്ക. അരിയുടെ വിലവർധനയിൽ പ്രതിഷേധിച്ച് 2 പോലീസുകാർ ഇരട്ട പ്രസവിച്ചിരിക്കുന്നു. നല്ല വായന. കിട്ടുപിള്ളേ, ഞാൻ നാണക്കുട്ടനാശാന്റെ കൂട്ടത്തിലാ പഠിച്ചത്. അന്നത്തെ കുടിപ്പള്ളി കൂടെ കൊച്ചമ്മ തലക്കെട്ടെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് വായിച്ചു. അങ്ങനെയല്ല വായിക്കണ്ട, ഞാൻ വായിക്കാം. അരിയുടെ വിലവർധനയിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ പണിമുടക്കുന്നു എന്ന് കീഴ്പോട്ട് വായിക്കണം. രണ്ടാമത്തേത് 2 പോലീസുകാർ ചേർന്ന് ഒരക്രമിയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമത്തേത് ഇരട്ട പ്രസവിച്ചത്. കാഴ്ചമംഗളാവിലെ കാണ്ടാമൃഗം ഇരട്ട പ്രസവിച്ചിരിക്കുന്നു എന്നാ വായിക്കേണ്ടത്. ഓ, എങ്ങനെ വായിച്ചാലെന്താ കിട്ടുള്ളേ? പത്രം വായിച്ചാ പോരെ? എന്താ ഗോപിയില്ലേ? നിങ്ങളെ പോലൊക്കെ കാള കളിച്ച് നടക്കാൻ അവന് നേരമില്ല. അവൻ എസ്റ്റേറ്റിൽ പോയിരിക്കുകയാണ്. എനിക്ക് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഞാനിന്ന് പോവുക. ഗോപിയെ കണ്ട് യാത്ര ചോദിക്കാൻ വന്നതാണ്. ഓ, ഇപ്പൊ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാനും ഒരു പ്രയാസവുമില്ല. പിള്ളേരെ കിട്ടാതെ വിഷമിക്കാന്ന് മെഡിക്കൽ കോളേജുകാർ. അല്ലെങ്കിൽ തന്നെ ഇതിനൊക്കെ പോകുന്നപ്പോ ചുമടെടുക്കുക. ഡോക്ടറായിട്ട് വന്നാൽ എന്തോന്നാ ഗുണം? രോഗികളുടെ കുറെ തെറിയ, പിന്നെ നാട്ടുകാരുടെ പരാതി. ഓ, ഇതുപോലെ ദാരിദ്ര്യം പിടിച്ച ഒരു തൊഴില്. വേണോ ഗോപി? എനിക്ക് മെഡിക്കൽ അഡ്മിഷൻ കിട്ടി. കൺഗ്രാറ്റുലേഷൻസ്. എവിടെയാ വേണം അഡ്മിഷൻ കിട്ടിയത്? വെല്ലൂര്. റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ആണെന്ന് കണ്ടതേ ഇല്ലല്ലോ. ഡോക്ടർ സാർ ഇരിക്കേ. വീടും പറമ്പും വിറ്റുവെന്ന് ഞാൻ എസ്റ്റേറ്റിൽ വെച്ച് കേട്ടു. ശരിയാണ്, വിറ്റാലും തെറ്റില്ല. ഏറ്റവും നല്ല ലൈനാണ് നീ തിരഞ്ഞെടുത്തത്. എനിക്കും വലിയ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഭാഗ്യമില്ലാതായി. എന്റെ സ്നേഹിതനെങ്കിലും ഇത് സാധിക്കുന്നതിൽ എനിക്ക് മറ്റാരേക്കാളും സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. എസ്റ്റേറ്റ് നോക്കാൻ വേണ്ടി ഇന്ന് റബ്ബർ ബോർഡിൽ ചില ആളുകൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ കൂടി സ്റ്റേഷനിലേക്ക് വരാമായിരുന്നു. നെവമായി ഗോപി വന്നതായിട്ട് ഞാൻ വിചാരിച്ചോളാം. കാപ്പി കുടിച്ചിട്ട് പോയാൽ പോരെ? ഇപ്പോ ശരി. അപ്പൊ വേണം പോയ ഉടനെ എഴുത്തേക്കാൻ മറക്കരുത് കേട്ടോ. മറുപടി അയക്കാനും മറക്കരുത്. സോ വിഷ് യു ഗുഡ് ലക്ക്. മോനെ, നീ പരീക്ഷയിൽ തോറ്റുകൊണ്ടോ ഡോക്ടർ പരീക്ഷയ്ക്ക് പോകാഞ്ഞുകൊണ്ടോ ഒന്നും നീ വിഷമിക്കണ്ട. ഇവിടെ എസ്റ്റേറ്റ് കാര്യങ്ങൾ നോക്കാൻ നീ അല്ലാതെ മറ്റാരുമില്ല. ഞാനാണ് ഇവിടെ തനിച്ചിരുന്ന് മുഷിഞ്ഞു. പിന്നെ നിന്റെ കല്യാണം ഉടനെ നടത്തണമെന്നാ എന്റെ ആഗ്രഹം.
ഞാൻ അതിലൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. ബഹു സുന്ദരിയാ. പൂങ്കാവിലെ പണിക്കരുടെ മകൾ വാസന്തി. കാലത്തിൻ കൽപ്പടവുകളിൽ കാത്തു നിൽക്കും കാമുകി ഞാൻ നിത്യ കാമുകി ഞാൻ. കാലത്തിൻ കൽപ്പടവുകളിൽ കാത്തു നിൽക്കും കാമുകി ഞാൻ. കാമുകി ഞാൻ നിത്യ കാമുകി ഞാൻ. കാലത്തിൻ കൽപ്പടവുകളിൽ കാത്തു നിൽക്കും കാമുകി ഞാൻ. കാമുകി ഞാൻ നിത്യ കാമുകി ഞാൻ. ഒരു വേള നമ്മുടെ വിവാഹത്തിന് നിന്റെ അച്ഛൻ സമ്മതിക്കാതിരുന്നാലും അച്ഛന്റെ പണവും എന്റെ പ്രണയവും തമ്മിൽ ഒരു യുദ്ധം നടക്കും. ആ യുദ്ധത്തിൽ ജയിച്ചു കിട്ടുന്ന പൂമാലയും കൊണ്ട് എന്റെ രമേശന്റെ കല്യാണ പന്തലിൽ ഞാൻ വരും. മരുന്ന് എടാ, ഇവൻ ആ പാടത്ത് പോയി ഒരാഴ്ച ജോലി ചെയ്യരുത്. എനിക്ക് ഇവിടെ വേറെ ജോലി ഉണ്ട്, അറിയാവോ? ഓ, നിനക്ക് ഇവിടെ മലമറിപ്പായിരിക്കും ജോലി. പറമ്പീനോട്ടം, കന്നാലിനോട്ടം, പിന്നെ വായിനോട്ടം. ഒരു കന്നാലിനോട്ടക്കാരൻ തീറ്റി തീറ്റി ഈ പറമ്പിലുള്ള സകല തയ്യടത് ആമ്പും കൂമ്പും പശു നക്കി കഴിഞ്ഞു. നേരാണോ? പശുവല്ല കൊച്ചമ്പെത്തുന്നത്, പിന്നെ എരുമയാ. ഇവൻ ആ കന്നാലി അഴിച്ച് വിട്ടേച്ചേ ആ കണ്ണാടിപ്പെണ്ണിന്റെ വീട്ടിൽ പോയി വായും പൊളിച്ച് അങ്ങനെ ഇരിക്കും. കണ്ണാടിപ്പെണ്ണോ? ആ കണ്ണാടി പോലുള്ള ബ്ലൗസ് ഇട്ടേ തുള്ളി തുള്ളി ഇങ്ങനെ നടക്കുന്ന ആ പെണ്ണാവോ. ആ പെണ്ണിന്റെ പേരെന്തോ? അയ്യോ, നാക്കേലിരിക്കുന്നു. അത് തന്നെ, വളവിലെ പുഷ്പാഞ്ജി. ആ പിന്നെ ഒരു കാര്യം കേട്ടോ ഭാസ്കര, ആ ബന്ധം ഒന്നും ഇവിടെ വേണ്ട. ഇവിടെ അല്ല വെച്ചമ്മേ, പിന്നെ അവിടെയാ. നീ ഒരു കാര്യം പറഞ്ഞേക്കാം, മേലാൽ അവിടെ വീട്ടിൽ നീ കയറിയേക്കരുത്. ഇതുവരെ ഞാൻ ആ വീട്ടിൽ കയറിയിട്ടേ ഇല്ല. പിന്നെ വർത്തമാനം ചിരിയൊക്കെ ഉണ്ടെന്ന് കിട്ടുപിള്ള പറഞ്ഞതോ? അവർക്ക് ആ കയ്യാലത്തൊണ്ടേ വെച്ചാ. എടാ പാക്കരോ, എന്തോ കെട്ടിയ പെണ്ണിന്റെ വീട്ടിലും പോവാം, കെട്ടിക്കാറായ പെണ്ണിന്റെ വീട്ടിലും പോവാം. എന്നാ കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന പെണ്ണിന്റെ വീട്ടിൽ പോകാനൊക്കുമോ? ഒക്കെയല്ല. അമ്മ, ഇന്ന് കഷായം വെക്കണ്ടേ? ഇന്നത്തേക്കൂടെ ഉണ്ട്, നാളെ വെച്ചാ മതി. മോളെ, യാത്ര പറയാൻ വേണു ഇവിടെ വന്നിരുന്നു. എപ്പോ? കുറച്ചു മുമ്പേ. എന്നിട്ട് എങ്ങോട്ട് പോയി? തീവണ്ടി ഓഫീസിലേക്ക്. അയ്യോ, ഒന്ന് കാണാനൊത്തില്ലല്ലോ. എന്റെ അമ്മേ, റെയിൽവേ സ്റ്റേഷൻ വരെ ഞാനൊന്ന് പോട്ടെ. വേഗം വരണം, താമസിക്കരുത്. ഇല്ലമ്മേ, ഉടനെ വന്നേക്കാം. മോനെ, ചെന്ന് ഉടനെ തന്നെ എഴുത്തയക്കണം. അയക്കാൻ വെച്ചാ ഞാൻ പോയിട്ട് വരില്ലേ? അമ്മയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണ്ട് കേട്ടോ.
വലിയ പട്ടണത്തിലേക്ക് ചെല്ലുമ്പോ ഈ നാട്ടുമ്പുറമൊക്കെ അങ്ങ് മറന്നേക്കരുതേ. ഞാനോ? ഒരിക്കലുമില്ല. കൂടെ കൂടെ എടുത്തേക്കണേ. അയക്കേണ്ട മോളെ ഇല്ലേ, അമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? മരുന്ന് വല്ലതും കഴിക്കുന്നുണ്ടോ? കഷായം കുടിക്കുന്നുണ്ട്. കഷായം കൊണ്ടായില്ല, ആശുപത്രി ചെന്നൊന്ന് പരിശോധിപ്പിച്ച് നോക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. പോയില്ല. അതെന്താ, പണമില്ലാഞ്ഞിട്ടാണ്? നാളെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ആശുപത്രി വേണ്ട, ഇപ്പൊ കുറെ കുറവുണ്ട്. അയ്യോ 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 അമ്മേ 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 മോളെ എന്താ അമ്മേ അമ്മേ ശ്വാസം മുട്ടുന്ന മോളെ വയറ്റ് വല്ലാത്തൊരു വേദന കുടിക്കാൻ ചൂടായിട്ട് വല്ലതും കൊണ്ടുവരട്ടെ വേണ്ട നീ ആ കണിയാരെ ഒന്ന് വിളിക്ക വേണ്ട ഇനി കണിയാരുടെ മരുന്നൊന്നും വേണ്ട ഞാൻ ആശുപത്രി പോയി മരുന്ന് മേടിച്ചോണ്ട് വരാം അമ്മയ്ക്ക് വളരെ കൂടുതലാ, ഞാൻ മരുന്ന് മേടിക്കാൻ പോവുക. ഡോക്ടറെ പരിശോധിക്കാതെ എങ്ങനെ? വിവരം പറഞ്ഞ് മരുന്ന് മേടിക്കാം. നീ മടങ്ങിച്ച് നമ്മുടെ അടുത്തിരിക്കെ, ഞാൻ ഡോക്ടറെ കൊണ്ടുവന്നേക്കാം. വേഗം വരുമോ? ഇപ്പൊ വന്നേക്കാം. കുപ്പി വേണ്ട. ആ ജാനകി പോയതിൽ പിന്നെ അടുക്കള പണിക്ക് ഇതുവരെ നല്ല പറ്റിയ ഒരാളെ കിട്ടിയില്ലല്ലോ കിട്ടുപിള്ളെ. എത്ര നാളായി. ഞാൻ ഇനി അന്വേഷിക്കാത്ത സ്ഥലമില്ല. ഗൗരിയമ്മയ്ക്കാണെങ്കിൽ തൂക്കേട്, പാറൂനാണെങ്കിൽ വയറ്റിന്ന് കയറ്റം. ഓ കളാ, പിന്നെ ആരിയ്ക്കുന്നു? ഒരാളുണ്ട് കൊച്ചമ്മ, എല്ലാ പണിയും അച്ഛമ്മ. മുറ്റമടിക്കും, വെള്ളം കോരും, കഞ്ഞി വെക്കും, കറി വെക്കും, പിന്നെ നെല്ലുകുത്തും, പിന്നെ വേണമെങ്കിലേ കൊച്ചമ്മയെ കുളിപ്പിക്കുകയും ചെയ്യും. ആരാ ഭാസ്കര? ഞാനിപ്പം ചെന്ന് വിളിച്ചോണ്ടിരാ കൊച്ചമ്മ. ശരി ചെല്ല്. ആ എടാ ഭാസ്കര, എന്തോ ആരാണെന്ന് പറഞ്ഞിട്ട് പോടാ. പറഞ്ഞു കേട്ട് വരുമ്പോ കൊച്ചമ്മ അറിയുന്ന ആളാ. ആരാടാ? പുഷ്പാങ്കി. വേണ്ട വേണ്ട, അവൾ ഇവിടെ വന്നാ പിന്നെ നീ അവളും കൂടെ കല്യാണാലോചനയാകും. ഭഗവാനോ, ഞാൻ ആലോചിക്കത്തില്ല കൊച്ചമ്മ. പിന്നെ അവൾ ഇങ്ങോട്ട് കയറി എങ്ങനെ ആലോചിച്ചെങ്കിലേ ഉള്ളു. അവളെ ഞാൻ നോക്കിക്കോളാം. ആ അത് മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഞാനും നോക്കിക്കോളാം. എന്താ കിട്ടുമുള്ളേ, അവളെ വിളിപ്പിക്കട്ടോ? ആ തരക്കേടില്ല. വിശ്രമമാണ് ഇതിനാവശ്യം, പിന്നെ നല്ല ആഹാരം. ഈ ഗുളിക ദിവസം 3 നേരം ഓരോ വീതം കൊടുക്കണം. നല്ല വിവരമുണ്ടെങ്കിൽ എന്നെ അറിയും. താങ്ക് യു ഡോക്ടർ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കുറച്ചൊരാശ്വാസം തോന്നുന്നു. ഈ സഹായം ഒരിക്കലും ഞങ്ങൾ മറക്കുകയില്ല. ഇതിൽ കൂടുതൽ ചെയ്യാൻ ഞങ്ങൾ കടപ്പെട്ടവരല്ലേ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. രാധേ, ഇതാ 2 ദിവസം കഴിഞ്ഞ് വിവരം പറഞ്ഞ് മരുന്ന് മേടിക്കും. ഈ രൂപ കൂടി ഇരിക്കട്ടെ. ഡോക്ടർക്ക് കൊടുത്തതിന് പുറമെ ഇതുകൂടിയോ? സാരമില്ല, വേണ്ടി വന്നാൽ ഇനിയും ചിലവാക്കാൻ ഞാൻ തയ്യാറാണ്. രാധയുടെ അമ്മയ്ക്ക് എന്റെ അമ്മയോളം വില ഞാൻ കൽപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, പണത്തേക്കാൾ തൂക്കമില്ലേ രാധേ ഒരു ജീവൻ. ഇത് വാങ്ങിക്കൂ. പുഷ്പാങ്കി, ഒരു കാര്യം പറഞ്ഞേക്കാം, മേലിൽ അടുക്കളയിൽ കയറിയേക്കരുത്. നിന്റെ വകയാണോടി അടുക്കള? എന്റെ കൊച്ചമ്മേടെ അടുക്കളയാ. കൊച്ചമ്മ എന്നെ അടുക്കള ഏൽപ്പിച്ചേക്കുന്നത്. നീ ഇന്നലെ വന്നോടാ. ഞാനിവിടെ വന്നിട്ട് വർഷം 10 ആയി. കൊച്ചമ്മേ, കൊടുങ്ങല്ലൂർ ഭഗവതിയെ പോലെയാ ഞാൻ കണക്കാക്കിയിരിക്കുന്നു. കൊച്ചമ്മ മഹാലക്ഷ്മിയാ, അറിയാമോ? നീ കേറിയ പിന്നെ ഈ അടുക്കളയുടെ ഐശ്വര്യം പോയി. പോണോ? പോയാ പറഞ്ഞത്. ഇപ്പൊ പോണില്ല. ഞാൻ ചൂടുവെള്ളം കോരി ഒഴിക്കുമേ. ആര്? നീയോ? ആ ഞാൻ. ഓടി അരപ്പേ. ഇറങ്ങി പൊയ്ക്കോ, അല്ലെങ്കിൽ ഞാൻ ചുട്ടുകളെ.
പോയി പോയി നമ്മൾ വാക്കുകൂടുന്ന കണ്ട് സന്തോഷിച്ചു പോയേക്കുവാ. പറ്റി ഞാനേ മേത്ത് കൊള്ളാതെ കുത്തിയതിന് എനിക്കൊരു സമ്മാനം എന്താ? ഒരു തീപ്പരി പോലും ദേഹത്ത് വീഴിക്കാതെ തീക്കൊള്ളിക്ക് ഞാൻ കുത്തിയതിനെ എനിക്കൊരു സമ്മാനം എന്താ? സമ്മാനം ഞാൻ തരാം. നിങ്ങളുടെ അവസരത്തിന് തക്കതായ സമ്മാനം ഞാൻ തരാം. ആഹാ. മോളെ നില്ല്. എന്താ അമ്മേ? ഇന്ന് തൊട്ട് ഞാനും കൂടെ ജോലിക്ക് വരുന്നു മോളെ. വേണ്ടമ്മേ, എനിക്കിപ്പോ നല്ല സുഖമുണ്ട് മോളെ. ഒരാഴ്ച കൂടി വിശ്രമിച്ചിട്ട് വന്നാൽ മതി. 1 മാസമായി എന്റെ മോള് തനിയെ ജോലി ചെയ്യുന്നല്ലോ. അത് സാരമില്ല. നല്ല സുഖം കിട്ടാതെ അമ്മ ജോലിക്ക് പോയാൽ വീണ്ടും സൂക്കേട് കൂടിയെന്ന് വരും. ഞാൻ പോയിട്ട് വരട്ടെ. എന്താ ഗോപി? അമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ട്. നിൽക്കൂ രാധേ. എന്താ ഗോപി? കുറച്ചു നാളുകളായി നിന്നോടൊരു കാര്യം പറയണമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്താ? എന്റെ ജീവിതത്തിന്റെ പങ്കാളിയായി നിന്നെ ഞാൻ ആഗ്രഹിക്കുന്നു രാധേ. അയ്യോ ഗോപി, എന്താ നീ പറയുന്നത്? ഞാൻ തീരുമാനിച്ചു പോയി. ആ തീരുമാനത്തെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ ഞാനതിന് യോഗ്യയല്ല ഗോപി. എനിക്ക് മാപ്പ് തരും രാധേ. ഞാനും എന്റെ അമ്മയും ഞങ്ങളുടെ താണനിലയും ഓർത്തു നോക്കും. നാം തമ്മിൽ എത്ര അകലമുണ്ട്. ആകാശവും ഭൂമിയും പോലെ അകലമുണ്ടെന്ന് വെച്ചോളൂ. പക്ഷേ നിലയും വിലയുമല്ല, ഹൃദയവും സ്നേഹവുമാണ് ഞാൻ കണക്കാക്കുന്നത്. എന്റെ അമ്മ ഗോപിയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു. അവരുടെ മകൾക്ക് ഒരു വേലക്കാരിയുടെ സ്ഥാനം മാത്രമേ ആഗ്രഹിക്കാൻ അവകാശമുള്ളൂ. വേലക്കാരിയുടെ മകളെ വീട്ടുകാരിയെ ഞാൻ ക്ഷണിക്കുകയാണ്. നന്ദി പറഞ്ഞുകൊണ്ട് പിന്മാറുവാൻ എന്നെ അനുവദിക്കുക. ഈ വിവരം ഗോപിയുടെ അമ്മ അറിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ കിടപ്പാടം കൂടി ഞങ്ങൾക്ക് നഷ്ടപ്പെടും. ഇല്ല രാധേ, എന്റെ ആഗ്രഹത്തെ അമ്മ എതിർക്കയില്ല. കുട്ടിക്കാലം മുതൽക്കുള്ള നമ്മുടെ കൂട്ടുകെട്ട് ഇത്രത്തോളം നീണ്ടുനിന്നു. അന്ത്യം വരെ ഇങ്ങനെ നിൽക്കണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. കൂടുതലായി യാതൊന്നും ഞാൻ ആശിക്കുന്നില്ല ഗോപി. ന്യായങ്ങൾ പറഞ്ഞ് പിന്നെയും പിന്നെയും നീ എന്നെ വേദനിപ്പിക്കുകയാണ്. ഞാൻ മുമ്പോട്ടും പുറകോട്ടും നോക്കേണ്ടവളാണ്. ഞങ്ങളുടെ എളിയ ജീവിതത്തിൽ ഞാൻ തികച്ചും സംതൃപ്തിയാണ് ഗോപി. ഇത് തുടർന്നുകൊണ്ട് പോകുവാൻ എന്നെ അനുവദിക്കും. ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. നീ പോകുകയാണോ രാധേ? അതെ, എനിക്ക് അനുവാദം തരും. പാവപ്പെട്ട ഒരു സഹോദരിയായി മാത്രമേ എന്നെ കരുതാം. രാധേ, വാസന്തി, നീയും ഗോപിയും തമ്മിലുള്ള വിവാഹം ഉടനെ നടത്തണമെന്ന് ഭാർഗവിയമ്മയെ അറിയിച്ചിരിക്കുന്നു. എനിക്കിപ്പോൾ വിവാഹം വേണ്ടച്ച. വേണ്ടെന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇതുപോലെ ഒത്തുവരാൻ അത്ര എളുപ്പമല്ല. കുറെ കഴിഞ്ഞിട്ട് മതിയച്ച എനിക്ക് കല്യാണം. ഇപ്പൊ തന്നെ കുറെ താമസിച്ചു പോയെന്നാണ് എന്റെ തോന്നൽ. എടി, നിന്റെ ജ്യേഷ്ഠത്തിമാരുടെ വിവാഹം ഞാൻ നടത്തി. അവരാരും വേണമെന്നോ വേണ്ടെന്നോ എന്നോട് പറഞ്ഞിട്ടില്ല. നിന്നെ ഞാൻ കുറെ കൂടുതൽ ലാളിച്ചു പോയി. അതിന്റെ ശിക്ഷയായിരിക്കും ഇത്. ശിക്ഷയൊന്നുമല്ലച്ച. ഇപ്പോൾ എനിക്ക് വിവാഹം വേണ്ട. വലിയ വീട്ടിലെ ഗോപിയെ പറ്റി നിനക്ക് അറിഞ്ഞു. അവൻ ആരാണെന്നും എന്ത് സ്വത്തുണ്ടെന്ന് നോക്ക്. സമ്മതമാണെന്ന് ഞാൻ എഴുതിയിരിക്കാം. നീ രാവിലെ ഇങ്ങനെ ഇവിടെ വന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെടണം. എനിക്ക് ഒരു ഗ്ലാസ് കാപ്പി മാത്രം അനത്തി തന്നാൽ കൂടുതൽ ജോലിയൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണ്ടേ പോയി തൊണ്ടുതല്ല. ഇതൊരു ജോലിയായിട്ട് ഞാൻ കണക്കാക്കിയിട്ടില്ല. ഞാൻ വേണൊരു കത്ത് എഴുതുകയായിരുന്നു. ഡോക്ടറായി വരുമ്പോ ചികിത്സിപ്പിക്കണമെന്നും പറഞ്ഞ ആ അമ്മ ഇരിക്കുന്നത്. ജാനകിയുടെയും നിന്റെയും കാര്യം ഈ എഴുത്ത് ഞാൻ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതൊക്കെ എന്തിനാണ് എഴുതിയത്? ഇരിക്കട്ടെ, എല്ലാം അവനും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ മോളെ.
രാധയെന്നും ഇവിടെ വന്ന് അടുക്കള പണി ചെയ്തു തരും. അവൾ എനിക്കൊരു വലിയ സഹായമാണ്. നിന്റെ കത്തുകൾ കുറഞ്ഞു പോകുമെന്ന് എനിക്ക് പരാതിയുണ്ട്. കൂടെ കൂടെ എഴുത്തയക്കണേ. അല്ല, നീ ഇവിടെ എന്നോട് പോടാ. ഇങ്ങോട്ട് ഇറങ്ങി വരാന്. നിനക്ക് മിണ്ടാൻ വയ്യേ? നീ ഇവിടെ എന്തോടുക്കായിരുന്നു? എടി, ഇവനിവിടെ എന്തോടുക്കായിരുന്നു? നിന്റെ വായിരുന്നു നാക്കില്ലേ? രണ്ടുപേരും കൂടെ എന്നെ കുറയൊക്കെ ആണോ? എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഈ ബന്ധത്തിന് എന്നെ നിർബന്ധിക്കരുത്. നിർബന്ധമായി നിന്നോട് എനിക്ക് ഇതേ പറയാനുള്ളൂ. ഇത് മാത്രം. കരളിൽ വേദനയും കണ്ണിൽ നൊമ്പരവും തുടങ്ങിയിട്ട് കുറെ നാളുകളായി. ഞാൻ വെറും ഒരു പുൽക്കൊടിയല്ലേ ഗോപി? വെയിലും മഴയും ഏൽക്കുന്ന പുൽക്കൊടി. ഗോപിയോ? എല്ലാം എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ സമീപിക്കുന്നത്. ഞാൻ ധിക്കരിച്ചെന്ന് വിചാരിക്കരുത്. അപേക്ഷയോടെ പിന്മാറിയെന്നേ വിചാരിക്കാവൂ. എനിക്ക് മാപ്പ് തരാം. രാധേ, രാധേ, എന്നെ നിനക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണ്? അല്ല ഗോപി. പിന്നെ പിന്നെ എന്താണ് കാര്യം? എന്റെ പണത്തെ നീ ഭയപ്പെടുന്നു? എല്ലാം ഞാൻ ഭയപ്പെടേണ്ടവളല്ല. പക്ഷേ എന്നെ നീ ഭയപ്പെട്ടുകൂടാ. ഞാൻ വലിയ വീട്ടിലെ പണമല്ല, നിന്റെ ഗോപിയാണ്. നിന്നെ ക്ഷണിക്കുന്നത് എന്റെ പ്രതാപമല്ല, ഹൃദയമാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ സൗന്ദര്യമല്ല, സ്നേഹമാണ്. വേണ്ട ഗോപി. ഞാനൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. വരൂ. എങ്ങോട്ട്? പറയാം, വരൂ. എങ്ങോട്ടാ ഗോപി? ഞാനല്ലേ വിളിക്കുന്നത്? വരൂ. ഇപ്പൊ നിനക്ക് വിശ്വാസമായല്ലോ? എങ്കിലും ഗോപി, എന്താ രാധ? എന്റെ അമ്മയോടൊരു വാക്ക് പോലും പറയാതെ. നിന്നെപ്പോലെ തന്നെ എനിക്കും ഒരു അമ്മയുണ്ട്. എന്റെ അമ്മയും അറിഞ്ഞിട്ടില്ല. നീ വിഷമിക്കേണ്ട. അധികം താമസിയാതെ തന്നെ എല്ലാവരും അറിഞ്ഞ് ഏറ്റവും ആർഭാടമായി ഈ വാചനങ്ങൾ കേട്ടോ ജാനകി, എനിക്കൊരാഗ്രഹം. വേണുവിന്റെ പഠിത്തമെല്ലാം കഴിഞ്ഞ് രാധയെ അവനെ കൊണ്ട് വിവാഹം ചെയ്യിക്കണമെന്ന്. ദൈവമേ, അത് വല്ലതും നടക്കാനാണോ? അതെന്താ? അവൻ വലിയ ഡോക്ടർ ആകുമ്പം തൊണ്ടും തല്ലി നടക്കുന്ന ഈ പെണ്ണിനെ കെട്ടാൻ ഒരുങ്ങും. ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും വേണുവാ. ജാനകി, അവൻ എന്റെ മോനാ. കുമാരപിള്ളച്ചേട്ടൻ ഇങ്ങനെ പറയാൻ ദൈവം തോന്നിച്ചതാ. ഈശ്വര, എന്റെ മകൾക്ക് അതിന് ഭാഗ്യം കൊടുക്കണേ. തങ്കത്തേരിലെഴുന്നള്ളുന്നൊരു തമ്പുരാട്ടി, പുത്തൻ മണവാട്ടി, നിന്റെ താലി കെട്ടിനു കൊട്ടും കുരവും കേട്ടില്ല. തങ്കത്തേരിലെഴുന്നള്ളുന്നൊരു തമ്പുരാട്ടി, പുത്തൻ മണവാട്ടി, നിന്റെ താലി കെട്ടിനു കൊട്ടും കുരവും കേട്ടില്ല. തിരുമനസ്സിലെ സമ്മതമല്ലാതെന്തു വേണം, എന്റെ കരൾ തുടിപ്പിൻ മംഗളവാദ്യം കേട്ടില്ലേ. തിരുമനസ്സിലെ സമ്മതമല്ലാതെന്തു വേണം, എന്റെ കരൾ തുടിപ്പിൻ മംഗളവാദ്യം കേട്ടില്ലേ.
പങ്കുവച്ചിടാൻ പങ്കുവച്ചിടാൻ കണ്ണും നീരും മുന്നിൽ നീരും പങ്കുവച്ചിടാൻ പങ്കുവച്ചിടാൻ കൺമുനയാളൊരു കരാറിൽ അന്നേ ഒപ്പുവച്ചില്ലേ ഒപ്പുവച്ചില്ലേ കൺമുനയാളൊരു കരാറിൽ അന്നേ ഒപ്പുവച്ചില്ലേ ഒപ്പുവച്ചില്ലേ തങ്കത്തേരിലെഴുന്നള്ളുന്നൊരു തമ്പുരാട്ടി പുത്തൻ മണവാട്ടി നിന്റെ താലികത്തിന് കൊട്ടും കുരവും കേട്ടില്ല തിരുമനസ്സിലെ സമ്മതമല്ലാതെന്നു വേണം എന്റെ കരൽ തുടിപ്പിൻ മംഗളവാദ്യം കേട്ടില്ലേ ദേവദൂതികൾ സാക്ഷി നിൽക്കാൻ ഓടി വന്നില്ലേ ഓടി വന്നില്ലേ മർമരമധുരം മാമരങ്ങൾ മന്ത്രമോദിലേ മന്ത്രമോദിലേ കൈതപ്പൂവിൻ സുഗന്ധധൂപം കാത്തുഴിഞ്ഞല്ലോ കാത്തുഴിഞ്ഞല്ലോ കയ്യും കയ്യും കോർത്തു നിൽക്കാൻ നേരമായല്ലോ നേരമായല്ലോ തങ്കത്തേരിലെഴുന്നള്ളുന്നൊരു തമ്പുരാട്ടി പുത്തൻ മണവാട്ടി നിന്റെ താലികെട്ടിന് കൊട്ടും കുരവും കേട്ടില്ല തിരുമനസ്സിലെ സമ്മതമല്ലാതെന്തു വേണം എന്റെ കരൾ തുടിപ്പിൻ മംഗളവാദ്യം കേട്ടില്ലേ ചെറിയമ്മയ്ക്ക് വിവാഹം നടത്തുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവിടെ അസൗകര്യമൊന്നുമില്ലെങ്കിൽ ഈ മാസത്തിൽ തന്നെ നടത്തിയാൽ കൊള്ളാം എന്ന് പൂങ്കാവിൽ പണിക്കർ. അതിനെന്താ ഈ ആഴ്ച തന്നെ നടത്താമെന്ന് അങ്ങ് എഴുതിയാട്ടെ. വിവാഹം നമുക്ക് പൊടി പൊടിച്ച് നടത്തണം കിട്ടുള്ളേ. അതെ അതെ, നമുക്ക് ഈ ഒരു വിവാഹം അല്ലാണ്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഒരു ഉത്സവം പോലെ അങ്ങ് ഭംഗിയാക്കണം. കൊച്ചമ്മേ കൊച്ചമ്മേ കൊച്ചമ്മ ഒന്നിങ്ങി വന്ന കൊച്ചമ്മേ ഒരു മുഴുത്ത രഹസ്യം. പിന്നെ എന്റെ കണ്ണുകൊണ്ട് കണ്ടത്. പിന്നെ അവസാനം ഒരു കാഴ്ച കണ്ടു കൊച്ചമ്മ. അത് കണ്ടപ്പോ ഞാൻ ഇതാണോ പണി? അവരിഞ്ഞ് വരട്ടെ. രാധേ, ഞാൻ അമ്മയുടെ അനുവാദം വാങ്ങിയിട്ട് നിന്നെ വീട്ടിൽ കൊണ്ടുപോകും. അതുവരെ ഈ ബന്ധം നീ രഹസ്യമായി സൂക്ഷിച്ചുകൊള്ളണം. അമ്മ അനുവദിക്കുന്നു? അനുവദിക്കും രാധേ. നീ ഇത്ര ഭയപ്പെടുന്നത് എന്തിന്? ഞാനല്ലേ നിനക്കുള്ളത്. ഒരിക്കൽ വലിയ വീട്ടിൽ അറപ്പുരയുടെ താക്കോൽ എന്റെ രാധയായിരിക്കും സൂക്ഷിക്കുന്നത്. ഞാൻ വരട്ടെ. നീ എവിടെയായിരുന്നു? എസ്റ്റേറ്റ്. നല്ല എസ്റ്റേറ്റാ. ആ എസ്റ്റേറ്റിലെ പണി നമുക്ക് പറ്റിയതല്ല. അമ്മ എന്താണ് ഈ പറയുന്നത്? ആ പെണ്ണിനോട് നിനക്ക് ഇത്ര ലോഹ്യമല്ല. ലോഹ്യമല്ല, പിന്നെ സ്നേഹമാണ്. സ്നേഹമോ? അതെ. അമ്മയ്ക്ക് എന്താ അവളോട് ഇത്ര വെറുപ്പ്? അവൾ ആരാ? എന്താ അവൾ ആരാണെന്ന്? പാവപ്പെട്ട ഒരു നല്ല പെണ്ണ്. നിന്റെ തലയ്ക്ക് പട്ട. നീ സ്നേഹിക്കത്തക്കാണോ അവൾക്ക് എന്തോ ഉണ്ടാ? ഒന്നാമത് സ്നേഹമുള്ള ഒരു ഹൃദയം, രണ്ടാമത് ആരോഗ്യവും അഴകുമുള്ള ഒരു ശരീരം. വരുന്ന ആഴ്ച വാസന്തിയുമായിട്ടുള്ള വിവാഹം നിശ്ചയിക്കാൻ പോകുക. എന്നെ ഉദ്ദേശിച്ചത് വേണ്ട. കോഴിക്കുഞ്ഞെ, എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. നിറം നോക്കണം, നില നോക്കണം, വില നോക്കണം, തരം നോക്കണം. ആവശ്യമുള്ളതൊക്കെ നോക്കാൻ എനിക്ക് അറിയാൻ കിട്ടുപിള്ളേ. താൻ തന്റെ കാര്യം നോക്ക്. അതും ശരിയാ. അല്ല, ഒരു കണക്കിൽ അവൾക്ക് എന്തോ കുറ്റം? എന്ത് കിട്ടുപിള്ളേ? നേര് പറഞ്ഞാൽ ഒരു കുറ്റമില്ലാത്തൊരു പെണ്ണുണ്ടെങ്കിൽ ഈ ദേശത്ത് അവളെ ഉള്ളൂ. പിന്നെ പണവും പ്രതാപവും ഒക്കെ വെച്ച് നോക്കുമ്പോഴേ അതൊക്കെ വന്നും പോയി ഇരിക്കും അമ്മേ. എനിക്കൊന്നും അറിഞ്ഞുകൂടാ. നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. എങ്കിൽ വിവാഹത്തിന്
ഉടനെ ഏർപ്പാട് ചെയ്തുകൂടെ അമ്മേ? ഏതായാലും ഈ മാസം കൊള്ളുകയില്ല, അടുത്ത മാസത്തിലാട്ടെ. പ്രിയപ്പെട്ട രാധേ, കൂടെ കൂടെ നിനക്ക് കത്തുകൾ അയക്കാത്തതിൽ നിനക്ക് പരാതിയുണ്ടെന്ന് അച്ഛന്റെ കത്തിൽ നിന്നറിഞ്ഞു. നീ പരിഭവിക്കരുത്. സ്നേഹക്കുറവല്ല, സമയക്കുറവാണ് കാരണം. മറന്നുപോയോ എന്ന് കഴിഞ്ഞ കത്തിൽ നീ ചോദിച്ചിരുന്നല്ലോ. ജീവിതത്തിൽ എനിക്കൊരിക്കലും മറക്കാനാകാത്ത ഒരു പേരാണ് രാധ. നമ്മുടെ കുട്ടിക്കാലവും നമ്മെ താലോലിച്ചു വളർത്തിയ ആ കൊച്ചു ഗ്രാമവും ഓർമ്മയുടെ കണ്ണാടിയിൽ അന്നത്തേതുപോലെ എന്നും തെളിഞ്ഞു നിൽക്കുകയാണ്. മധുരമുള്ള ആ സ്മരണകൾ ഉണർന്നു വരുമ്പോൾ അവിടെ പറന്നെത്തിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കാറുണ്ട്. രാധ, അമ്മയെ എന്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കുക. സ്വന്തം പേര് അമ്മേ. കെട്ടുപിള്ളേ, അനങ്ങാതിരുന്ന കാര്യം കുഴപ്പത്തിലാകും. ആ തെണ്ടിപ്പെണ്ണിനെ കെട്ടിവലിച്ചുകൊണ്ട് അവനിങ്ങി വരും. ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന്. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു. എന്ത് ചെയ്യണമെന്നറിയാമോ? അവരവളെ വെറുക്കണം. അവർ തമ്മിൽ കീരിയും പാമ്പും എന്ന് പറഞ്ഞാക്കിയപ്പോലെ. അത് മതി. പണിക്കർക്ക് എന്താ മറുപടി എഴുതേണ്ടത്? ഇവിടെ സ്വല്പം ജോലിത്തിരക്ക് കൂടുതലാണ്, അതുകൊണ്ട് 2 മാസം കഴിഞ്ഞിട്ടേ കല്യാണം നടത്താൻ സാധിക്കുള്ളൂ എന്നും പറഞ്ഞ് അങ്ങോട്ട് എഴുതിയാട്ടെ. അതിനു മുമ്പ് മറ്റേ കാര്യം സാധിക്കുമല്ലോ. അത് ഞാൻ ഏറ്റു. അത് മതി. ഈ രാധ എന്തിനാ തൊണ്ടുവെല്ലാൻ വരുന്നത്? അവളുടെ വീട്ടിൽ സുഖമായിട്ട് ഇരുന്നാൽ പോരെ? അതെന്താ? വലിയ ആളല്ലേ കൂടിയിരിക്കുന്നത്. നീ അറിഞ്ഞില്ലേ? എടി, ആ വലിയ വീട്ടിലെ ഗോപി, അവർ തമ്മിൽ വലിയ അടുപ്പമാ. അവരൊരുമിച്ച് പഠിച്ചു കളിച്ച് വളർന്നതല്ലേ. ആ മൗതയായിരിക്കും. ഓ, നിനക്കെന്തറിയാം? ആ ഗോപി അവൾ തലയിലാക്കി ഇട്ടിരിക്കുക. എന്താ കുമാരപിള്ളേ? നാളെ കാറിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? എന്തിനാ? നാളെ എനിക്കൊന്ന് അവധി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. എവിടെ പോകുന്നു? 2 മണിക്കുള്ള ട്രെയിനില് വേണു വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ പഠിത്തമെല്ലാം കഴിഞ്ഞു? കഴിഞ്ഞില്ല, അവധി ആയതേ ഉള്ളൂ. ഏതായാലും കിടപ്പാടം വിറ്റ് പഠിപ്പിക്കാൻ അയച്ചത് കുറച്ചക്രമമായിപ്പോയി. അത് സാരമില്ല, അവനല്ലേ എനിക്ക് എല്ലാത്തിലും വലുത്. കുമാരപിള്ള ഇത്രയും മണ്ടത്തരം കാണിച്ച സ്ഥിതിക്ക് ഞാനൊരു വഴി പറഞ്ഞു തരാം. വല്ല ആശുപത്രിയിലും കാണും, കമ്പൗണ്ടർ പണിക്ക് ശ്രമിക്കേ. ഞാനും വേണ്ട ശുപാർശ ചെയ്യാം. 10-60 രൂപ ശമ്പളം കിട്ടും. അതാ ബുദ്ധി. ഏതായാലും 2 കൊല്ലം കൂടി കഴിയട്ടെ. എന്റെ മോളെ, ഗോപി നീയുമായി വലിയ ലോഹ്യമാണെന്നൊക്കെ കേട്ടല്ലോ. ആര് പറഞ്ഞമ്മേ? ജോലി സ്ഥലത്ത് വെച്ച് ആ ദാക്ഷായണിയും ലക്ഷ്മിയും കൂടെ പറയുന്നത് കേട്ടു. അമ്മേ, ഗോപിക്ക് നമ്മളെ വലിയ കാര്യമാണ്. പക്ഷേ നമ്മുടെ വില എന്താണെന്ന് ഒരിക്കലും മറക്കരുത്. ആ വിചാരത്തോടുകൂടെ വേണം നീ പെരുമാറാൻ. പണക്കാരനാണെന്നുള്ള ഭാവമൊന്നും ഗോപിക്കില്ലമ്മേ. ഗോപിക്കില്ലെങ്കിലും അവന്റെ അമ്മയ്ക്കില്ലേ? അമ്മയ്ക്കറിഞ്ഞുകൂടെ? കുട്ടിക്കാലം മുതൽ ഞങ്ങൾ കൂട്ടുകാരല്ലായിരുന്നു. ഇന്ന് നിങ്ങൾ കുട്ടികളല്ലെന്നും കൂടെ ഓർമ്മിക്കണം. മനുഷ്യരെന്ത് വേണമെങ്കിലും പറഞ്ഞോണ്ട് നിന്നിൽ നിന്ന് ഒരു തെറ്റും ഉണ്ടാകാതിരുന്നാൽ മതി. എന്തടി, ഞാൻ പറഞ്ഞത് കേട്ടോ? കേട്ടോ? മനുഷ്യരെ വല്ലതുമൊക്കെ പറഞ്ഞു വരുത്തുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞിന്റെ വിവാഹം ഒന്നും നടന്നിരുന്നെങ്കിൽ. ഒരുക്കാവത്തില്ല, ഉള്ളതൊക്കെ കൊണ്ട് ചോറുണ്ടോളണം. ഇതൊക്കെ ധാരാളം മതി വെച്ചാ. ഈ ഉപ്പിലിട്ട് മാത്രം മതി ഉണ്ടായി. ഇത് ഉപ്പിലിട്ടത് ആരാണെന്ന് നിനക്ക് അറിയാമോ? നമ്മുടെ രാധയാ. നമ്മുടെ രാധയാ? അവൾക്ക് ഇത്രയൊക്കെ പരിചയമുണ്ട്? കൊള്ള മിടുമിടിക്കല്ലേ, അടുക്കള പണിക്ക് അവളെ തോൽപ്പിക്കാമെന്ന് ആരും കരുതണ്ട. അച്ഛാ, അവളുടെ അമ്മയ്ക്ക് ഇപ്പൊ അസുഖമൊന്നുമില്ലല്ലോ? കുറച്ച് കുറവുണ്ട്, ജോലിക്ക് പോയി തുടങ്ങി. കേട്ടോടാ മോനെ, എനിക്ക് ആ രാധയെ വളരെ ഇഷ്ടപ്പെട്ടു. അതിന് ഞാനെന്ത് വേണമെന്നാ പറയുന്നത്? നിനക്ക് സമ്മതമാണെങ്കിൽ. അച്ഛന്റെ സമ്മതമല്ലേ എന്റെ സമ്മതം? എന്നാൽ അവളെ മതി നമ്മുടെ വീട്ടിലേക്ക്. എന്റെ പഠിത്തം കഴിഞ്ഞിട്ട് പോരേ അച്ഛാ? മതി, അത് മതി. പക്ഷെ നിന്റെ മനസ്സിൽ അത് ഇരുന്നാ മതി. മോനെ, ഊണ് കഴിഞ്ഞിട്ട് നീ അത്ര മരുന്ന് പോയിട്ട് വേണം. ജാനകി
നിന്നെ കാണാൻ കൊതിച്ചിരിക്കുക. മോളെ, അമ്മേ, ഡോക്ടറെ കണ്ടോ? കണ്ടു. 6 നേരത്തേക്ക് മരുന്ന് തന്നു. ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് വിവരം പറയണമെന്ന് പറഞ്ഞു. നീ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? ഞാനേ ആ ഭവാനിയെ നോക്കി നിൽക്കുക. ഈ വഴിയരിയിൽ ഇങ്ങനെ നിന്ന് ആളുകൾ അത് ഇതൊക്കെ പറയും. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. അമ്മ പോണം. ഞാൻ പാടി ഇങ്ങോട്ട്. മോൻ എസ്റ്റേറ്റിലേക്കാണോ? അതെ അമ്മേ. അമ്മേ, ആ വിവാഹത്തിന്റെ കാര്യം ഇനി നീട്ടിവെക്കുന്ന എന്തിനാ? ഞാൻ പറഞ്ഞില്ലേ മോനെ, ഈ മാസം ഒന്ന് കഴിയട്ടെ. ശരി അമ്മേ. കിട്ടുപിള്ളേ, എന്തോ ഗോപി വിവാഹത്തിന് നിർബന്ധിക്കുന്നു. താൻ ഏതാണ്ടൊക്കെ ശരിപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടോ. അതിനുള്ള പ്ലാനെല്ലാം ശരിപ്പെടുത്തി വെച്ചിരിക്കാൻ പറ്റുമ്പോ പെട്ടെന്ന് ധൃതി കൂട്ടാതിരിക്കണം. എത്രയും വേഗം രാധയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചില്ലെങ്കിൽ ഗോപി അപകടത്തിലാണ്. അവൾക്ക് കൂടുതൽ അടുപ്പവും സ്നേഹവും വേണുവിനോട്. അവളുടെ പഞ്ചാര വാക്കുകൾ നിങ്ങൾ മയങ്ങിപ്പോകരുതെന്ന് അറിയിച്ചുകൊള്ളുന്നു എന്ന് നിങ്ങളുടെ അഭ്യുദയകാംക്ഷ. എത്ര നാളായി കണ്ടിട്ട്. ഇരിക്കൂ. വാ. പിന്നെ എന്തൊക്കെയുണ്ട് ഗോപി വിശേഷങ്ങൾ? ഒന്നുമില്ല. എന്താ ഒരു വല്ലായ്മ? ഒരു തലവേദന. വേഗം എപ്പോ? ഞാൻ ഇന്നലെ. എന്നിട്ട് ഇന്നലെ ഇങ്ങോട്ട് കയറിയില്ലല്ലോ. ഇന്നലെ സമയം കിട്ടിയില്ല. രാധയുടെ വീട് വരെ ഒന്ന് പോയിരുന്നു. നേരവും സന്ധ്യയായി. ഭാസ്കര, വേണുവിന് കാപ്പി. വേണ്ട ഗോപി, ഞാൻ രാധയുടെ വീടിന് ഇപ്പൊ കാപ്പി കുടിച്ചതേ ഉള്ളൂ. ഓഹോ, അപ്പൊ ഇന്നും അവിടെ പോയിരുന്നു. രാവിലത്തെ കാപ്പി അവിടെ ആണെന്ന് അറിയിക്കരുത്. അപ്പൊ ടീ പാർട്ടി ആയിരുന്നു അല്ലേ? അതെ, ഒരു ഗ്രാമീണ ടീ പാർട്ടി.
രാധയുടെ സ്വീകരണമായിരിക്കും എന്ന് തന്നെ പറയാം. അവളിൽ ആ പഴയ സ്നേഹം ഒട്ടും കുറഞ്ഞിട്ടില്ല. അല്പം കൂടിയെങ്കിലേ ഉള്ളൂ. വൈകുന്നേരം ഊണും അവിടെ ആയിരിക്കും. അതില്ല. ഗോപി, ഞാൻ അവനെ കുറെ കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോലെ. ഇല്ല, എനിക്ക് പലരെയും കാണാനുണ്ട്. ഓ ശരി, എന്നാ പോയി കാണാം. പിണങ്ങാതെ സാറേ, ഞാൻ പിന്നീട് വരാം. പോട്ടെ. അമ്മേ, അമ്മ ഒട്ടും വിഷമിക്കണ്ട. ആ ജാനകി ചത്തത് ചങ്ക് പൊട്ടിയാണോ? ആദ്യം ചങ്ക് പൊട്ടി, പിന്നെ കരണ്ട് പൊട്ടി, പിന്നെ വിഷം കുടിച്ചാണെന്നൊക്കെ പറയുന്നത് കേട്ടു. അത് ശരിയാ. കാരണം എന്താണെന്നറിയാവോ? ആ പെണ്ണിന്റെ നടപടി ദോഷം കൊണ്ടൊന്നും വെച്ചാ കേട്ടത്. അതൊക്കെ വെറുതെ ആയിരിക്കും. വെറുതെ അല്ല, ആ പെണ്ണുണ്ടല്ലോ, കൊച്ചമ്മ വിചാരിക്കുന്ന പോലെയുള്ള ചീത്തയല്ല. പിന്നെ അയ്യോ, അതിലും ചീത്തയാ. നേരോ? ആ നേരെന്നോ. കൊച്ചമ്മ ഒന്ന് ആലോചിച്ച്, അവർക്ക് അച്ഛനുണ്ടോ അമ്മയുണ്ടോ? ഒറ്റയ്ക്കല്ലേ താമസം. പിന്നെ അവനോട് അങ്ങോട്ട് പോരെന്ന് പറഞ്ഞാൽ ഒക്കുമോ? ഒക്കില്ല. രാധ, ഇനിയും കരയുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? മരണത്തെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല. നിന്റെ അമ്മ സമാധാനത്തോടെ കടന്നുപോയി. അതോർത്ത് സന്തോഷിക്കും. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. എന്റെ വീട് നിന്റെയും വീടാണ്. എന്റെ അച്ഛൻ നിന്റെയും അച്ഛനാണ്. വേണു പോയിക്കുള്ളൂ. അല്പം കരഞ്ഞെങ്കിലും എന്റെ വേദനയും നടക്കട്ടെ. നിന്റെ വേദനയിൽ കൂടുതൽ വേദനിക്കുന്നത് എന്റെ ഹൃദയമാണ്. നിന്റെ സങ്കടത്തിൽ ഏറ്റവും നൊമ്പരം എന്റെ കരവിനാണ്. രാത്രി ഇവിടെ തനിച്ചിരിക്കേണ്ട. വരൂ. ക്ഷമിക്കണം, കുറച്ച് ഏകാന്തതയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏകാന്തത ഓർമ്മകളെ ഉണർത്തിക്കൊണ്ടിരിക്കും. മുറിവുകൾ വീണ്ടും വീണ്ടും വേദനിക്കും. ഇല്ല, ഞാനിപ്പോ വരുന്നില്ല. രാധ, എന്റെ ഹൃദയത്തിന്റെ ഓരോ ചലനവും നിന്റെ സ്മരണ ഉൾക്കൊള്ളുന്നതാണ്. സങ്കടത്തിന്റെ വലിയ ഭാരവുമായി നീ ഇവിടെ ഇരിക്കുമ്പോൾ ഉണ്ണാനോ ഉറങ്ങാനോ എനിക്ക് കഴിയുമോ? ഇല്ല വേണു, എന്നെ നിർബന്ധിക്കരുത്. ഞാൻ വരുന്നില്ല. എന്താ രാധേ? എന്റെ അമ്മ മരിച്ചിട്ട് ഗോപി അങ്ങോട്ടൊന്ന് കയറുക പോലും ചെയ്തില്ലല്ലോ. ഞാൻ എസ്റ്റേറ്റിലായിരുന്നു. വളരെ താമസിച്ചാണ് വിവരം അറിഞ്ഞത്.
അറിഞ്ഞ ശേഷമെങ്കിലും വരാമായിരുന്നില്ലേ? വേണുവും മറ്റും വന്നിരുന്നില്ലേ? ആരൊക്കെ വന്നാലും വരേണ്ടവർ വന്നില്ലെങ്കിൽ ഓ, അതത്ര കാര്യമായിട്ടൊന്നും വിചാരിക്കണ്ട. ഇനിയും ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കും? ഇന്നും വേണു വന്നു എന്നെ അങ്ങോട്ട് ചെല്ലാൻ നിർബന്ധിച്ചു. പോകാമായിരുന്നില്ലേ? എനിക്കതിഷ്ടമില്ല ഗോപി. എനിക്കൊരു ആശ്രയസ്ഥാനം ഗോപി തന്നെ പറഞ്ഞു തരണം. നോക്കാം. നേരമായി, ഞാൻ പോകട്ടെ. അച്ഛാ, രാധ വരുന്നില്ലെന്ന് പറയുന്നു. നീ വിളിക്കേണ്ടതുപോലെ വിളിച്ചു കാണില്ല, അത് തന്നെ. ഞാൻ നിർബന്ധിച്ചു പറഞ്ഞു. എന്താ ഞാൻ പറഞ്ഞെന്ന് പറ, ഇങ്ങോട്ട് വരാൻ. കരഞ്ഞും കൂവി അവിടെ പട്ടിണി കിടന്ന് അവൾ എല്ലും തൊലിയും ആകും. രാധേ, അച്ഛൻ പറഞ്ഞയച്ചു നീ അങ്ങോട്ട് വരാൻ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ വേണു, ഞാൻ വരുന്നില്ല. നിന്നെ കൂടാതെ ഞാൻ അങ്ങോട്ട് ചെന്നാൽ അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തും. വേണു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. പറയരുതെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പറയണം. ഏത് കാര്യവും നിനക്ക് എന്നോട് പറയാമല്ലോ. നിങ്ങൾ അച്ഛനും മകനും എന്നെ ഏറ്റവും സ്നേഹിച്ചു, വളരെ സഹായങ്ങൾ ചെയ്തു തന്നു. സ്വന്തം മകളെ പോലെ ആ നല്ല മനുഷ്യൻ എന്നെ കരുതി. അതെ, അതിനെന്താ? നാളത്തെ ഡോക്ടറായി വേണം എന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് തന്നെ ഒരു മഹാത്യാഗമാണ്. എങ്കിലും പറയൂ. വേണുവിന്റെ ബലമുള്ള കൈകളിൽ എന്നെ ഏൽപ്പിച്ചിട്ട് സമാധാനത്തോടെ പാവപ്പെട്ട എന്റെ അമ്മ കടന്നുപോയി. എന്നാൽ എന്താണ് രാധ? പറയൂ. വേണു എന്റെ ഹൃദയം ഞാൻ മറ്റൊരാൾക്ക് കാഴ്ചവെച്ചു പോയി. പരിപൂർണമായി ഞാൻ എന്നെ ഏൽപ്പിച്ചു പോയി. വേണു, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇതാ നോക്കൂ, ഈ മോതിരം. രാധ, അതാരാണെന്ന് പറയാൻ വിരോധമുണ്ടോ? മറ്റാരുമല്ല, നമ്മുടെ ഗോപി. നീ ഭാഗ്യവതി. നിന്റെ ഈ സൗഭാഗ്യത്തിൽ മറ്റാരെക്കാളും ഞാൻ സന്തോഷിക്കുന്നു രാത്രി. നിങ്ങളെയെല്ലാം ഞാൻ അപമാനിച്ചു. ഒരിക്കലുമില്ല. ഏറ്റവും സുരക്ഷിതമായ സ്ഥാനമാണ് നിനക്ക് ലഭിച്ചത്. എന്റെ കളിത്തോഴി ഒരിക്കലും കഷ്ടപ്പെടരുതെന്നുള്ള ആഗ്രഹം മാത്രമാണ് എനിക്കുണ്ടായത്. അതിന്റെ പേരിലാണ് ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ എന്നെക്കാൾ നിന്നെ കരുതുകയും എന്നെക്കാൾ നിന്നെ സ്നേഹിക്കുകയും എന്നെക്കാൾ മുമ്പേ നിന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത ഗോപി നിനക്ക് ഏറ്റവും യോജിച്ച ഭർത്താവാണ് രാധ. എനിക്ക് സങ്കടമില്ല, ഒട്ടും സങ്കടമില്ല. പണം നോക്കിയാണെന്ന് തോന്നരുത്. ഗോപിയുടെ നിർബന്ധത്തെ എതിർക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു തെറ്റുമില്ല. വേണുവിന്റെ അച്ഛൻ നിന്റെ മഹാഭാഗ്യത്തിൽ എന്നെക്കാൾ കൂടുതൽ സന്തോഷിച്ചു. എന്നെ തെറ്റിദ്ധരിക്കയില്ല. ഒരിക്കലുമില്ല. ഞാൻ പോകട്ടെ രാധ. യാത്രയാകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി കാണാം. രാധയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ തെറ്റിപ്പോയച്ച. എന്താ? ഗോപി അവൾക്ക് വാക്കുകൊടുത്തു. അതെ, ഹൃദയം കൊണ്ട് അവർ വിവാഹിതരാണ്. പക്ഷേ ആ ഭാഗ്യം അവൻ സമ്മതിക്കുമോ മോനെ? സമ്മതിപ്പിക്കാൻ ഗോപിക്ക് കഴിയില്ല.
എന്തോ കല്യാണം നടന്നാൽ നല്ലതാണ്. അച്ഛന് വല്ല തെറ്റിദ്ധാരണയും ഉണ്ടാകുമോ എന്ന് അവൾക്ക് ഭയമുണ്ട്. ഒന്നുമില്ല, നല്ല നിലയിൽ അവളെ കാണണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. കിട്ടുപിള്ളേ, ഒരു മാസം കഴിഞ്ഞിട്ട് കല്യാണം നടത്താമെന്നല്ലേ ഗോപിയോട് പറഞ്ഞത്? പറഞ്ഞിട്ടിപ്പോ മാസം 1 ആകാറായി. താൻ കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്താമെന്ന് ഏറ്റിട്ട് കാര്യമെല്ലാം ഞാൻ ശരിപ്പെടുത്തി വെച്ചിരിക്കാം. ഇങ്ങനെ പറഞ്ഞാ പോരാ, ഇന്ന് വൈകുന്നേരം എല്ലാം ശരിയാകും. നാളെ ഗോപി കുഞ്ഞും പെണ്ണും കൂടെ കാണുമ്പോൾ കീരിയും പാമ്പും പോലെ ആക്കി തരാം. അതുപോലെ അത് മതി, അത് മതി. സാർ സാർ ആരാ? സാറിനെ അങ്ങോട്ട് ചെല്ലാൻ രാവിലേക്ക് പറഞ്ഞയച്ചു. ഇപ്പോഴും? അതെ. എന്താ കാര്യം? എനിക്കറിഞ്ഞുകൂടാ, വലിയ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ശരി, നീ വെക്കും. രാധേ, എന്താ വേണം? എന്നെ ഇത്ര അത്യാവശ്യം വിളിപ്പിച്ചിട്ടുണ്ട്. ഞാനോ? അവിടെ ഏതോ ശബ്ദം കേട്ടമ്മ, ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത ഇടപെടുന്നേ? ശബ്ദം കേട്ടെങ്കിൽ കേട്ടെ. അവിടെ എന്ത് ഈ ശബ്ദമാകച്ചമ്മോ? സ്വപ്നം കണ്ടതായിരിക്കും. സ്വപ്നമല്ല രാധേ, വാസ്തവം. എന്നാൽ അച്ഛൻ അന്വേഷിക്കും, വേഗം ചെല്ലണം. ഞാൻ പോകട്ടെ. പോകണ്ട, ഇവിടെ തന്നെ താമസിച്ചു. ഗോപി, നീ എന്തിനൂടെ വന്നെന്ന് എന്റെ ആത്മാർത്ഥയെ ചോദ്യം ചെയ്യാണ്. അതെ, ഗോപി ഇത്ര അധപ്പതിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു. അധപ്പതിച്ചത് ഞാനോ നീയോ? അത് നിന്റെ മനസ്സാക്ഷിയോട് ചോദിച്ചു. നിന്റെ കരണത്ത് കൈവയ്ക്കാൻ എനിക്ക് കരുത്തില്ലെന്ന് നീ വിചാരിക്കരുത്. കുട്ടിക്കാലം മുതൽ നാം തമ്മിലുള്ള കൂട്ടുകെട്ടിന് നിന്റെ കൂട്ടുകെട്ട്, അതെ, അതൊക്കെ മറന്നു നീ പ്രവർത്തിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ നീ പശ്ചാത്തപിച്ചുകൊള്ളു. എന്താ ഗോപി പറയുന്നത്? വേണുവിനെ ഗോപിക്ക് അറിഞ്ഞൂടെ? ഇപ്പോഴറിഞ്ഞു. വേണുവിനെ മാത്രമല്ല, നിന്നെയും. ഗോപി നിൽക്കൂ, ഞാനൊന്ന് പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ട. ഗോപി, നിനക്കിവിടെ എന്ത് കാര്യം? ഞാനൊന്ന് പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഗോപി? ചെയ്തെന്തും നിനക്കറിഞ്ഞുകൂടെ? ഈശ്വരൻ സാക്ഷിയായി യാതൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. മതി, പോകൂ എന്റെ മുമ്പിൽ നിന്ന്. പോകാൻ. എന്റെ ഗോപിയാണ് ഈ പറയുന്നത്. നിന്റെ ഗോപിയല്ല, വലിയ വീട്ടിലെ ഗോപി. എന്നെ പരീക്ഷിക്കുകയാണോ? പരീക്ഷിച്ചു, ഫലവും അറിഞ്ഞു. നമസ്കാരം. ഗോപി, ഗോപി, നിനക്കെന്നെ അപമാനിക്കണമെന്നാണ്? ഗോപി ഒരിക്കലും അപമാനിക്കപ്പെടരുതെന്നാണ് എന്റെ ആഗ്രഹം. ഗോപി, ഞാൻ അങ്ങേ വിശ്വസിച്ചു. എന്റെ സർവസ്വവും ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചു. അതിനെന്ത് വേണം? പണമോ? പണത്തിന് വിൽക്കാനുള്ളതല്ല ഗോപി, പാവപ്പെട്ട പെണ്ണിന്റെ ചാരിത്രം. ഒരു ചാരിത്രവതി. പോകൂ എന്റെ മുമ്പിൽ നിന്ന്. ഞാൻ എങ്ങോട്ട് പോകും? ആരോട് സങ്കടം പറയും? എവിടത്തെ അവസാനിക്കും? എവിടെയെങ്കിലും പോകും, ആരോടെങ്കിലും പറയും, എങ്ങനെയെങ്കിലും അവസാനിക്കും. ഇതിനായിരുന്നു ഇത്ര നാളും ആ കൈകൾ എന്നെ താലോലിച്ചത്? ഇതിനായിരുന്നു ദൂരെ നിന്ന് എന്നെ മാടി മാടി വിളിച്ചത്? വിളിച്ചത് തെറ്റ് തന്നെ. ആ തെറ്റ് ഞാൻ തിരുത്തിക്കഴിഞ്ഞു. തിരുത്താനാകാത്ത ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞു ഗോപി. ആ തെറ്റ് വളരുമ്പോ എന്നെ അമ്മയെന്ന് വിളിക്കും.
ഒരിക്കൽ ആ തെറ്റെന്നോട് ചോദിക്കും, അമ്മേ, എന്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ പറയണം ഗോപി. നിന്റെ മക്കളാണെന്ന് പറയണം. ഇവിടെ കാര്യം കണ്ടേ ചേട് വന്നു പോയി. വഴിചാരാലിനെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണോ? സൂര്യന്റെ കെട്ട് പുറത്ത് വീണ്ടാക്കി പോയിക്കോ. പോകാൻ. അർഹതയില്ലാത്തത് ഞാൻ ആശിച്ചു. ആ തെറ്റിന് ഇത്രയും വലിയ ശിക്ഷയും. എടീ, നീ നിൽക്കുന്ന എവിടെയാണെന്ന് അറിയാമോ? വലിയ വീട്ടില. അങ്ങനെ ഇത് അറിഞ്ഞാൽ എന്റെ ഗോപി പിന്നെ ജീവിക്കണം. ഞങ്ങളെ പോലെ നിങ്ങളുടെ ആരുടെയും മുഖത്ത് ഞാൻ കരുതേക്കില്ല. നിന്റെ നേരെ കാണുന്നതിന് എനിക്ക് പേടിയാ. മുടിഞ്ഞ കളിയായല്ലോ. ഇവിടെ ഇറങ്ങിപ്പോകാൻ. ഈ പ്രദേശത്തെങ്ങും നിന്നെ കണ്ടുപോകരുത്. കിട്ടുമല്ലേ? ഭാസ്കര, അങ്ങോട്ട് ചെന്ന കൂടുതൽ തീ വച്ചേ. വേണ്ടമ്മേ, എന്റെ ജീവിതത്തിന് തീ കൊളുത്തിയല്ലോ. ഇനി ആ കുടിലും കൂടി കത്തിക്കുന്നത് എത്തിനാ? ഞാൻ പോയേക്കാം. വേഗം പൊയ്ക്കോ, ചെവിക്ക് ചെവി അറിയാതെ. പോകാം. അതിനു മുമ്പ് ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ. ഈ ബന്ധം ഞാൻ ആവശ്യപ്പെട്ടതല്ല. സ്വന്തം മകനോട് ചോദിച്ചു നോക്കൂ. അകന്നകന്ന് മാറിയവളാണ് ഞാൻ. എന്റെ പ്രായത്തിൽ അമ്മയ്ക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ഈ വേദന എന്താണെന്ന് മനസ്സിലായിരുന്നു. എല്ലാം ഈശ്വരൻ അറിയുന്നു. തെറ്റും ശരിയും അവിടുന്ന് വിധിക്കട്ടെ. മുന്നിൽ പെരുവഴി മാത്രം, കൈവന്നത് വേദന മാത്രം. നിൻ കണ്ണീർത്തുള്ളികൾ ഏറ്റുവാങ്ങാനിന്നീ മൺതരി മാത്രം. മുന്നിൽ പെരുവഴി മാത്രം, കൈവന്നത് വേദന മാത്രം. നിൻ കണ്ണീർത്തുള്ളികൾ ഏറ്റുവാങ്ങാൻ ഇന്നീ മൺതരി മാത്രം. മുന്നിൽ പെരുവഴി മാത്രം, കൈവന്നത് വേദന മാത്രം. നിൻ കണ്ണീർത്തുള്ളികൾ ഏറ്റുവാങ്ങാൻ ഇന്നീ മൺതരി മാത്രം. മുന്നിൽ പെരുവഴി മാത്രം, കൈവന്നത് വേദന മാത്രം. തണൽ മരമില്ല, തലചായ്ക്കാനൊരു വഴിയമ്പലമില്ല. തണൽ മരമില്ല, തലചായ്ക്കാനൊരു വഴിയമ്പലമില്ല. തളർച്ചയാക്കാൻ, ദാഹം തീർക്കാൻ കണ്ണീർ പന്തലുമില്ല. തളർച്ചയാക്കാൻ, ദാഹം തീർക്കാൻ കണ്ണീർ പന്തലുമില്ല. മുന്നിൽ പെരുവഴി മാത്രം, കൈവന്നത് വേദന മാത്രം. നിൻ കണ്ണീർത്തുള്ളികൾ ഏറ്റുവാങ്ങാൻ ഇന്നീ മൺതരി മാത്രം. മുന്നിൽ പെരുവഴി മാത്രം, കൈവന്നത് വേദന മാത്രം. നിറകതിരെന്ന് നിനക്ക് തോന്നിയതൊരു പാഴ്പതിരാണോ? നിറകതിരെന്ന് നിനക്ക് തോന്നിയതൊരു പാഴ്പതിരാണോ? നിറഞ്ഞ രാഗം നീട്ടിയ മാല്യം നീ അണിഞ്ഞില്ലല്ലോ. നിറഞ്ഞ
രാഗം നീട്ടിയ മാല്യം നീ അണിഞ്ഞില്ലല്ലോ. മുന്നിൽ പെരുവഴി മാത്രം, കൈവന്നത് വേദന മാത്രം. നിൻ കണ്ണീർത്തുള്ളികൾ ഏറ്റുവാങ്ങാൻ ഇന്നീ മന്തരി മാത്രം. മുന്നിൽ പെരുവഴി മാത്രം, കൈവന്നത് വേദന മാത്രം. രാധ ഇവിടുന്ന് ഇറക്കി വിട്ടു എന്ന് കേട്ടല്ലോ. അവൾ തനിയെ പോയതാണ്. എന്താ കാര്യം? അവളോട് ഇനി ചോദിക്കും. ഇറക്കി വിട്ടതാ, അതിന് തനിക്കെന്ത് വേണം? ഭാർഗവി അമ്മേ, കൈയും കാലും മുഖവും ഒക്കെ വെച്ചിരിക്കുന്നല്ലോ. മനുഷ്യരാണോ നിങ്ങളൊക്കെ? ഓഹോ, പക്കാലത്തും കൊണ്ടുവന്നതാണോ? ആണെങ്കിൽ തന്നെയും പ്രതിഫലം പറ്റിക്കൊണ്ടല്ലെന്ന് ധരിക്കണം. കുഞ്ഞെ, ഒരാളിന്റെ കഴുത്ത് മുറിച്ച് കളഞ്ഞാലും ഹൃദയം മുറിച്ച് കളയരുത്. തനിക്കിതിൽ ഇടപെടേണ്ട കാര്യം എന്താ? വേണുവിന്റെ ആളല്ലായിരുന്നോ അവൾ? വേണുവിന്റെ അല്ല, നിങ്ങളുടെ മകന്റെ ആളായിരുന്നു. ആ പാവപ്പെട്ട പെണ്ണിനെ ഇത്ര നാളും പഞ്ചാര വാക്ക് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് നടന്നത് വേണുവല്ല, ഗോപിയാണ്. ആണെങ്കിൽ കൊണ്ട് കേസ് കൊടുത്തു. ഈ കേസ് വിധിക്കുന്നത് ഇവിടെയല്ല, അവിടെയാണ്. ആ വിധി നിങ്ങളുടെ തലയ്ക്ക് കൊള്ളുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും ഭാർഗവി അമ്മേ, ഏറ്റവും വലിയ അടിയായിരിക്കും. പോയി കാര്യം നോക്കൂ കുമാരപുള്ളി. കുഞ്ഞെ, മനുഷ്യത്വം വിറ്റ് മാനും രക്ഷിക്കരുത്. ചുമ്മാ ആണാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ, നട്ടല് വേണം. നിർത്തണം. താൻ സമരത്തിന് വന്നിരിക്കുകയാണ്. സമരമല്ല, വേദനയുടെ ശബ്ദമാണ്. സത്യത്തെ വെട്ടി നുറുക്കുന്നത് കാണുമ്പോൾ ശബ്ദിച്ചു പോകുകയാണ്. ആ റോഡിൽ ചെന്ന് നിന്ന് ശബ്ദിക്കൂ. ശബ്ദിക്കും. വേണ്ടി വന്നാൽ ഈ പുരയുടെ മുകളിൽ കയറി നിന്ന് ശബ്ദിക്കും. നിങ്ങൾക്കുമുണ്ടല്ലോ ഹൃദയം എന്ന് പറയുന്ന ഒരു സാധനം. ആ ഹൃദയത്തോട് ചോദിച്ചു നോക്ക്, ഈ മര്യാദയ്ക്ക് മാപ്പ് കിട്ടുമോ എന്ന്. കുമാരപിള്ളേ, സ്നേഹത്തെ കളിപ്പിച്ചത് സഹിക്കാം, പക്ഷേ വിശ്വാസത്തിന്റെ കഴുത്തിൽ പിടിച്ച് ജനിച്ചത് ഭയങ്കരമായി. ഇറങ്ങടോ വെളി. തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. മേലാൽ ഈ പഠിക്കകത്ത് കയറി പോകരുത്. നിങ്ങളുടെ ജോലി എനിക്ക് പുല്ലാണ്. ഇതാ, നിങ്ങളുടെ ചോറിനേക്കാൾ ഭേദം പത്തിക്കിടുന്ന ചോറാണ്. ഇന്നൊന്നുമില്ല, ശരിയായിട്ട് വാ. ധർമ്മത്തിനല്ല, പിന്നെ വല്ല ജോലിയും അന്വേഷിച്ചിറങ്ങിയത്. ഇനി വാ. എന്താ നിന്റെ പേര്? രാധ. നിനക്കാരുമില്ലേ? അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചു. അമ്മ മരിച്ചിട്ട് 4-5 മാസമായി. അടുക്കള ജോലി അറിയാമോ? അറിയാം. ഇതിന് മുൻപ് വല്ലയിടത്ത് നിന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ എല്ലാം തൂക്ക്, നോക്കട്ടെ. നീ ഗർഭിണിയാണോ? കല്യാണം കഴിച്ചതാണോ? പൊയ്ക്കോ, ഇവിടെ ജോലിയില്ല. ഇത് ആമ്പിള്ളേരെക്കാളുള്ള വീടാ. പുഷ്പാങ്കി, ആ പാലെടുത്ത് കുടിക്കും. അയ്യോ, കൊച്ചമ്മ ഇപ്പഴെങ്ങനെ? ഇല്ല കൊച്ചമ്മേ, സന്ധ്യ കഴിഞ്ഞേ വരത്തുള്ളൂ. കുടിക്കു പുഷ്പാങ്കി, കുടി. നീ അവിടെ ഇരിക്ക്, നമുക്കേ അല്പം സൂക്ഷിക്കാം. അയ്യോ, ദേ ആരോ വരുന്നു. വരട്ടെ. ഗുഡ് മോർണിംഗ്. നോ നോ, സാർ എന്നെ അറിയില്ലേ? എന്റെ പേര് ജോൺ ജോസഫ് എന്നാണ്. ആളുകൾ ജോ എന്നൊക്കെ വിളിക്കും. ഞാനൊരു ഇൻഷുറൻസ് ഏജന്റാണ്. ഇന്നാളിവിടെ ഒരു ഏജന്റ് വന്നിരുന്നു, കാപ്പിപ്പൊടിയുടെ. ഇതൊന്നുമല്ല, ഇൻഷുറൻസ്. അതെ, ഇതിനൊരു കൂടിന് എന്ത് വിലയാ? ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ? ഇൻഷുറൻസ് കമ്പനി. എടി മണ്ടു, ഇതേ കമ്പനി വക കാപ്പിപ്പൊടിയാ. മറ്റത് കൊണ്ടുവന്ന ഏജന്റിന്റെ സ്വന്തം. എവക്ക് ഒരല്പം വിദ്യാഭ്യാസം കുറവാ. അത് സാരമില്ല.
വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇൻഷുറൻസ് ഒരുപോലെ പ്രയോജനപ്പെടും. സംശയം എന്താ? അല്ല, ഈ കാപ്പി കുടിക്കാത്തവരായിരിക്കുന്നു? സാർ, ഞാൻ കാപ്പിപ്പൊടിയുടെ ഏജന്റ് അല്ല, ഇൻഷുറൻസ് ഏജന്റാണ്. ഇതിനു മുൻപ് ഇതിവിടെ വാങ്ങിച്ചിട്ടുണ്ടോ? ക്ഷമിക്കണം, ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണശേഷം നമ്മുടെ അവകാശികൾക്ക് ഓരോ തുക കിട്ടുന്ന ഏർപ്പാടാണ്. തുകയോ? അതെ, 5000, 10000, 50,000 അങ്ങനെ പോകും. എന്താ, ഒരു 5000ന്റെ പോളിസി എഴുതട്ടെ? അല്ല, ഇത് എഴുതിയാലും എന്തുവാ ഗുണം? ഞാൻ പറഞ്ഞില്ലേ, സാർ മരിക്കുമ്പോ 5000 രൂപ ശ്രീമതിക്ക് കിട്ടും. എനിക്കോ? അതെ, ശ്രീമതിയുടെ പേരിൽ 5000 എഴുതിയാൽ ശ്രീമതി മരിക്കുമ്പോൾ ആ തുക സാറിന് കിട്ടും. എന്നാൽ ഒരു കാര്യം ചെയ്യും, എന്റെ പേരിൽ എഴുതണ്ട, എവിടെ പേരില് ഒരു 10000 അങ്ങ് എഴുതിയത്. ശരി. എന്താ പേര്? പുഷ്പാങ്കി. തെറ്റിച്ചെഴുതരുതേ, എന്റെ പേര് പുഷ്പാങ്കി. അത് തന്നെ ഞാനും പറഞ്ഞ ഇരിക്കുന്നത് വീട്ടിലുള്ളവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇറങ്ങിയാൽ ഇവിടുത്തെ വേലക്കാരും കസേരയുടെ പുറത്താണ് ഇരിക്കുന്നത്, ഇല്ലേ? അല്ലേ? നമസ്കാരം. നമസ്കാരം. ഇരിക്കണം. എന്തോ വേണം? സാറ് ക്ഷമിക്കണം, ഞാൻ വിചാരിച്ചു അവരാണ് ഇവിടുത്തെ വീട്ടുകാരൻ. വോട്ട് പിടിക്കാൻ ഇറങ്ങിയതാണ് അല്ലേ? അല്ല, ഞാനൊരു ഇൻഷുറൻസ് ഏജന്റാണ്. സാർ ഒരു 10000ന്റെ പോളിസി എടുക്കണം. സാറ് മരിച്ചാൽ അത് ഭാര്യയ്ക്ക് കിട്ടും. ഭാര്യ മരിച്ചാലോ? സാറിന് കിട്ടും. താനൊരു നേരാണോ പറയുന്നത്? കൊള്ളാം, ഇൻഷുറൻസിൽ നേരും സത്യവും മാത്രമേ ഉള്ളല്ലോ. ഇപ്പോഴെങ്കിലും ഇത് അറിഞ്ഞത് ഭാഗ്യം. എനിക്കും ആ വകയിൽ ഒരു 20,000 രൂപ കിട്ടാനുണ്ട്. അത് എവിടെ ചെന്നാ മേടിക്കുന്നത്? 20,000മോ? എങ്ങനെ? എന്റെ ആദ്യത്തെ ഭാര്യയും രണ്ടാമത്തെ ഭാര്യയും മരിച്ചത്. സംശയമുണ്ട്, ഈ നാട്ടുകാരോട് ചോദിച്ചു നോക്കണം. ഭാര്യമാർക്ക് പോളിസി ഉണ്ടായിരുന്നു? അവർക്ക് അങ്ങനെ ഒരു സൂക്കേടില്ലായിരുന്നു. അത് വെറുതെ ആരാണ്ടോ പറഞ്ഞു വരത്തിയതാ. ഒരുത്തിക്ക് പനിയും മറ്റവൾക്ക് വയറേടിയായിരുന്നു. ആകട്ടെ, നിങ്ങളാണോ ഈ വീട്ടുടമസ്ഥൻ? ഉടമസ്ഥൻ ഭാർഗവമ്മയാണ്. അവരെ ഒന്ന് കാണാൻ നോക്കൂ. അവരുടെ അനിയത്തിയുടെ വീട്ടിൽ പോയിരിക്കാം, വൈകുന്നേരം വരികയുള്ളൂ. ഇത്രയും പറഞ്ഞതിന് നന്ദി. അപ്പോഴേ എന്റെ പേരെഴുതി. എഴുതിക്കോളാം. ഇപ്പഴാ ഓർത്തത്. ആ ഭാർഗവമ്മയുടെ പേരൂടെ എഴുതേരെ. അവരുടെ ഭർത്താവ് മരിച്ച ആ വകയിലും 10,000 കിട്ടുമല്ലോ. കിട്ടും, ഒരു ചാക്കുമായിട്ട് വന്നിച്ചാൽ മതി. അങ്ങയുടെ കയ്യിൽ ഈ കത്ത് കിട്ടുമ്പോഴേക്ക് എന്റെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞിരിക്കും. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ കാണപ്പെട്ട ദൈവത്തിന് ഞാനൊരു അപവാദമായി തീരരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ പരിശുദ്ധയായിരുന്നെന്ന് എന്നെങ്കിലും ഒരിക്കലും മനസ്സിലാക്കാൻ ഇടയായി. എന്നെ ഓർത്ത് ഒരു തുള്ളി കണ്ണീര് പോലും പൊഴിക്കൽ. ഞാൻ യാത്ര പറയട്ടെ. അച്ഛാ, ഇത് കണ്ടോ? എന്താ മോനെ? മുരിക്കുംകാട്ട് പാലത്തിന് സമീപം റെയിൽവേ പാളത്തിൽ തലവെച്ച് ഒരു യുവതി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ യുവതി ഗർഭിണിയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുരിക്കൻകാട്ട് പാലത്തിന് സമീപം അച്ഛൻ നമ്മുടെ രാധയായിരിക്കും. എങ്ങനെ അറിയാം മോനെ? പക്ഷെ ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ ആ വിവാഹം നടക്കാൻ പോകുന്നില്ലെന്ന്. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അച്ഛൻ അവളെ തിരക്കിയതല്ലേ? തിരക്കി, 2 ദിവസം മുഴുവനും തിരക്കി. എങ്കിലും നീ ഇങ്ങനെ ചാവാൻ തുനിഞ്ഞത് വലിയ തെറ്റായിപ്പോയി. എന്നെ രക്ഷിക്കേണ്ടിയില്ലായിരുന്നു. ജീവിതം നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. ഞാൻ എന്തിന് ജീവിക്കണം? ലോകത്തിന് പോലും ഞാനൊരു ഭാരമാണ്. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോടെങ്കിലും സ്നേഹം വേണ്ടി. അത് വളർന്നു വരുമ്പോ ആരാകുമെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഭാഗ്യമില്ലാത്ത കുഞ്ഞ്. നല്ല കാലം വരാനും പോകാനും അധിക നേരം വേണ്ടവും. ഇത്രയും എന്നെ ധൈര്യപ്പെടുത്തിയതിന് നന്ദി. ഞാൻ പോകട്ടെ. എങ്ങോട്ടാണ്? ഒരു രൂപവുമില്ല. അങ്ങനെ പോയാലോ? ഒരു വഴിയും കാണാതെ. ഈശ്വരൻ തന്നെ വഴി കാണിക്കട്ടെ. ക്ഷീണവും പ്രയാസമുള്ള ഈ സമയത്ത് ഒരു താങ്ങും തണലും കാണാതെ പോകുന്നത് മണ്ടത്തരം. ഒരു കാര്യം ചെയ്യും, പ്രസവിക്കുന്നതുവരെ ഇവിടെ താമസിക്കും. അതെ, നിങ്ങൾക്കതൊരു ഭാരമല്ലേ? അത് സാരമില്ല, ഉള്ളതുകൊണ്ട് കഴിയാം.
നോക്കിക്കാനെ ചെന്ന് എടുത്തോണ്ട് വേടാ. ലഡു, ചാടു, ജിലേബി, മുട്ടിക്ക്, ഓറഞ്ച്, ആപ്പിള്, പൈനാപ്പിൾ എല്ലാം എടുത്തോണ്ട് വേണം. പാടെ പുറപ്പെടും. ഒന്നും കണക്കരിയേട്ടൻ വരുമെന്ന് അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഞങ്ങൾ വല്ലതൊക്കെ ഒന്ന് ഒരുങ്ങി വെച്ചേന്. അതെ അതെ, ഇതൊക്കെ തന്നെ അധികമാണല്ലോ. വാസന്തി ഇവിടെ വന്ന ഒരു ജോലിയും ചെയ്യണ്ട, ചുമ്മാ കസേര ഇരുന്നോണ്ടാ മതി. ഇവിടെ ജോലിക്കാണെങ്കിൽ രാധയുണ്ട്, ജാനകിയുണ്ട്, പുഷ്പാംഗിയുണ്ട്, ഭാസ്കരനുണ്ട്, കിട്ടുപിള്ളയുണ്ട്, കുമാരപിള്ളയുണ്ട്. പിന്നെ അങ്ങേ വീട്ടില് കോന്തിയുണ്ട്, നാണിയുണ്ട്, തങ്കയുണ്ട്, തങ്കയുടെ തള്ളയുണ്ട്. നീ പോടാ, ബസ്സിലെത്തി നോക്ക. ഗോപി എസ്റ്റേറ്റില്ല, വിളിപ്പിക്കണം. വേണ്ട വേണ്ട, അടുത്ത ആഴ്ച തന്നെ വിവാഹം നടത്തിക്കളയാം. ശരി, ഒരു നല്ല ദിവസവും മുഹൂർത്തമൊക്കെ നിശ്ചയിച്ച് ഞാൻ തന്നെ അതിങ്ങോട്ട് അറിയിക്കും. കല്യാണത്തിന്റെ കാര്യത്തിൽ ഇനി ഒരൊറ്റ അക്ഷരം ഈ വീട്ടിൽ എതിര് പറഞ്ഞ് കേട്ടേക്കരുത്. ഉറപ്പിച്ചത് ഉറപ്പിച്ചു. ആർക്കു വേണ്ടിയാണ് ഉറപ്പിച്ചത്? ആർക്ക് വേണ്ടിയാണെന്ന്? അതെ, ആർക്കു വേണ്ടിയാണെന്ന്. വിവാഹം ജന്മപ്രതിയായിരുന്നെങ്കിൽ എന്റെ ആഗ്രഹം കണക്കിലെടുക്കണമായിരുന്നു. ഞാൻ നടത്തിയ വിവാഹം ഒക്കെ എന്റെ ആഗ്രഹപ്രകാരമായിരുന്നു. ഇതും അങ്ങനെ തന്നെ ഞാൻ നടത്തും. കുഴപ്പമില്ല, പക്ഷേ കല്യാണ ദിവസം എന്നെ കാണുകയില്ല. നിനക്ക് ബുദ്ധിയുണ്ടോടി മരക്കള്ളി? നിന്റെ രമേശൻ എന്ന് പറയുന്ന ആ ഏതിന് 1000 രൂപയുടെ സ്വത്തുണ്ട്. വേണ്ട, ഒരു ചെറിയ ജോലിയുണ്ട്. പണം ഞാൻ ആഗ്രഹിച്ചില്ല. ഞാൻ അവന്റെ വെടുത്ത നിറമാണ്. പണം എനിക്ക് വേണ്ട അച്ഛാ. സമാധാനമുള്ളൊരു ജീവിതം മതി. അടങ്ങി ഒതുങ്ങി നിലത്ത് കാലുകുത്തി നടക്കും, അപ്പൊ സമാധാനം ഉണ്ടാകും. വിവാഹം ഒരു ദിവസത്തേക്കുള്ളതല്ല. ഒരു ഭാര്യയുടെ ഭാഗ്യമോ നിർഭാഗ്യമോ കുറിക്കുന്ന ജാതകമാണ് അച്ഛ കെട്ടുതാലി. അത് കഴുത്തിൽ വീഴുന്നതിന് മുമ്പ് തന്നെ കണ്ണീരാണെങ്കിൽ പിന്നെ എന്തായിരിക്കും? പിന്നെ നിന്റെ തലയായിരിക്കും. നീ എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല. ഇനി ഇതിനെപ്പറ്റി കരച്ചിലോ പിടിച്ചിലോ ഇവിടെ കേട്ടെങ്കിൽ കൊടുത്തിട്ട് എനിക്ക് ഭർത്താവിന് വേണ്ട. സ്നേഹമുണ്ടെങ്കിൽ കണ്ണല്ല, ജീവൻ വരെ കൊടുക്കും. സ്നേഹത്തെ കൊന്നിട്ടല്ലേ എന്നെ പറഞ്ഞയച്ചത്? ഇതൊരവസരമാണ്. ഈശ്വരൻ നിനക്ക് തന്നെ അവസരം. ഇതുമൂലം ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാം. മുറിക്കപ്പെടാനാകാത്ത ബന്ധം കെട്ടിപ്പടുക്കാൻ ഈ ത്യാഗം കൊണ്ട് നിനക്ക് സാധിക്കും. ഞാനത് ആഗ്രഹിക്കുന്നില്ല അച്ഛ. ഇല്ലെങ്കിൽ വേണ്ട, നിർബന്ധിച്ച് നിന്റെ വിവാഹം ഞാൻ നടത്തി. അതിന്റെ ഫലം ഞാൻ കണ്ടു. ഇനി ഒരു കാര്യത്തിനും നിന്നെ ഞാൻ നിർബന്ധിക്കുകയും. ഡോക്ടർ, ഞാനിന്ന് മടങ്ങുകയാണ്. കണ്ണു കിട്ടാൻ വല്ല സൗകര്യവും ഉണ്ടാകുന്നെങ്കിൽ എന്നെ അറിയിക്കും. ഞാൻ ഉടനെ വരാം. ഇത്രയും ബുദ്ധിമുട്ടിയതിന് വളരെ നന്ദി. അത് സാരമില്ല. അപ്പോ ഞാൻ ഡോക്ടർ, ഒരാൾ കണ്ണു തരാമെന്ന് പറയുന്നു. കണ്ണു തരാമെന്ന് ഒരാൾ സമ്മതിച്ചിരിക്കുന്നു. ഐ സി, വെരി ഗുഡ്. നീ മരിച്ചുപോയി അല്ലേ? സംശയമുണ്ടായിരുന്നു. മരിക്കാൻ ഞാൻ ഒരുങ്ങിയതാണ്, പക്ഷെ ദൈവം അനുവദിച്ചില്ല. ഈശ്വരൻ സഹായിച്ചു. അതെ, എന്നെ കൊണ്ട് ഇതുകൂടി അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു. ഇതുകൂടിയോ? അതെ. പക്ഷേ നിന്റെ കണ്ണ് ഈ കൈ കൊണ്ട് ഞാൻ എടുക്കില്ല. രാത്രി അതൊരിക്കലും സാധ്യമല്ല. സാധിക്കണം, എന്റെ ആവശ്യമാണത്. ആവശ്യം ഞാൻ നിറവേറ്റിത്തരാം. പണമല്ലേ? വിലയ്ക്ക് കൊടുക്കാൻ എനിക്ക് കണ്ണില്ല വേണം. പിന്നെന്താ ആവശ്യമാണ്? ഉപേക്ഷിക്കപ്പെട്ടവളല്ലേ നീ? സ്വന്തം ഭാര്യ വിസമ്മതിച്ച് വീട്ടിൽ പോയിരിക്കുന്നു. ഒരു കണ്ണല്ല, ഈ 2 കണ്ണും ഗോപിക്ക് കൊടുക്കാൻ കടപ്പെട്ടവളാണ് ഞാൻ. അത് മറ്റാരും കൊടുക്കരുതെന്ന് എനിക്ക് ആഗ്രഹവുമുണ്ട്. നിനക്ക് കടപ്പാട് എനിക്ക് മനസ്സിലായില്ല. വേണു മനസ്സിലാക്കാത്ത പലതും എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. ഗോപി എന്നെ മറന്നു, പക്ഷെ അതിന്റെ സ്പന്ദനം വരെ എനിക്ക് അദ്ദേഹത്തെ മറക്കാൻ വയ്യ. വേണു, മറക്കാൻ വയ്യ. എന്റെ ആത്മാവിലെ ഞരക്കങ്ങളുടെ താരാട്ട് കേട്ട് വളർന്നു വരുന്നു ഒരു കൊച്ചു ഗോപി എനിക്കുണ്ട്. കൊച്ചു ഗോപിയോ? അതെ,
ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ പൊന്നുമോന്റെ അച്ഛൻ അന്ധനായിക്കൂടെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എനിക്ക് കണ്ണുകളുള്ളപ്പോൾ അദ്ദേഹം കുരുടനായി ജീവിക്കേണ്ടി വന്ന എന്റെ സ്നേഹത്തിന്റെ വില എന്താണ് വേണ്ടത്? ഒരു കണ്ണല്ല, എന്റെ 2 കണ്ണും എടുത്ത് അദ്ദേഹത്തിന് കൊടുക്കും. മഹത്തായ ഈ ത്യാഗത്തിന് മുമ്പിൽ എന്റെ കൈകൾ വിറയ്ക്കുകയാണ് രാധ. നീ പോകും. ഇല്ല, വേണം. ഈ കണ്ണെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തില്ലെങ്കിൽ ഇത് 2 ഞാൻ കുത്തി പൊട്ടിച്ചു കളയും. എന്തൊക്കെ നീ പറഞ്ഞാലും ഞാനിത് ചെയ്യില്ല. ചെയ്യുകയില്ല. വേണു എന്തിനിവിടെ വന്നെന്ന് ഓർക്കണം. എന്താണ് വേണുവിന്റെ കർത്തവ്യമെന്ന് ഓർക്കണം. കണ്ണ് ആവശ്യമുള്ള ഒരു രോഗി ഇവിടെയുണ്ട്. കണ്ണു കൊടുക്കാൻ തയ്യാറായി വന്ന ആളുമുണ്ട്. പിന്നെന്തിനു മടിക്കുന്നു? മടിക്കുന്ന എന്തിനാണ്? ഒരു ഡോക്ടറുടെ ജോലി ഭംഗിയായി നിർവഹിച്ചിട്ട് മടങ്ങി പോവുക. രാധേ, ഡോക്ടർ ഇത്ര ഭീരുവാണോ? രാധേ, എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിപ്പോകും. അതിനു മുൻപ് എന്റെ കണ്ണെടുത്ത് അദ്ദേഹത്തിന് വെക്കുക. ഞാൻ ജീവനോടിരിക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ വേണം. അപ്പൊ ഞാൻ പോയിട്ട് കെട്ടഴിക്കാറാകുമ്പോ വന്നേക്കാം. ഡോക്ടർ വന്നിട്ടേ കണ്ണിന്റെ കെട്ടഴിക്കും. അത് മതി. അതിനിടയ്ക്ക് വിശേഷം വല്ലതും ഉണ്ടായാൽ എന്നെ അറിയിച്ചേ. ശരി. ഡോക്ടർ, വാസന്തിയുടെ 1 കണ്ണ് മാത്രമേ എടുത്തുള്ളൂ. അതെ. അതോ 2 കണ്ണും എടുത്തു? സത്യം പറയണം. 1 എടുത്തുള്ളൂ. പാവം വാസന്തി അല്ലേ ഡോക്ടർ? അതെ അതെ. അവൾക്ക് വേദനിച്ചില്ലേ ഡോക്ടർ? ഒട്ടും വേദനിച്ചില്ല. ഇതുപോലൊരു ഭാര്യ ചെയ്യുമോ ഡോക്ടർ? മറ്റാരും ഇതുപോലെ ചെയ്യില്ല. അവളുടെ കണ്ണുകൊണ്ട് തന്നെ എനിക്ക് അവളെ കാണാം അല്ലേ ഡോക്ടർ? അതെ അതെ. അവളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ അവളെ കാണാൻ പോവുകയാണ്. ഞാൻ വരട്ടെ? ശരി ഡോക്ടർ. എന്റെ വാസന്തി, എനിക്ക് വേണ്ടി എത്ര വലിയൊരു ത്യാഗം നീ സഹിച്ചു. എന്തെന്ത് വേദന നീ അനുഭവിച്ചു. ഭർത്താവിന് വേണ്ടി സ്വന്തം കൃഷ്ണമണി പോലും ചുഴന്തെടുക്കുവാൻ കാട്ടിയ സ്നേഹത്തിന് ഈ ലോകത്തോളം വലിപ്പമില്ലേ വാസന്തി? നിന്നെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ സ്നേഹത്തെ ഞാൻ സംശയിച്ചിട്ടുണ്ട്. അതെല്ലാം നീ ക്ഷമിക്കണം. നീ ദേവതയാണ് വാസന്തി. നിന്നെ പൂജിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ശേഷിക്കുന്ന എന്റെ ജീവിതം. വാസന്തി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ചുമ്മാ തലയാണെങ്കിലും അവിടെ രാവിലെ എന്തിനാ കണ്ണു കൊടുത്തത്? ഗോപിക്ക് ഭാര്യയില്ല. ഞാൻ പറഞ്ഞില്ലല്ലോ, കണ്ണു കൊടുക്കുന്ന പ്രശ്നം വന്നപ്പോ ഭാര്യ അവളുടെ വീട്ടിൽ പോയി. അവരെ വരണം. ഇപ്പൊ പഠിച്ചല്ലോ. ഭാവി. അതുകൊണ്ട് എന്താ,
പാവപ്പെട്ട രാഘവറ്റക്കണി. മോനെ, നീ അവളുടെ കുഞ്ഞിനെ കണ്ടോ? ഇല്ല. ആ, ഇനി നീ പോകുമ്പോ അവളുടെ കുഞ്ഞിന് കൊടുക്കാൻ ഞാൻ വല്ലതും തന്നേക്കാം. നീ അതുകൂടെ കൊണ്ടുപോകണം. ഞാൻ തന്നയച്ചതാണെന്ന് പ്രത്യേകം പറയും വേണം കേട്ടാ. ശരി അച്ഛൻ. ആ അട്ടെ, നീ എന്നാ ഇനി പോകുന്നത്? താമസിയാതെ പോകേണ്ടി വരും, കണ്ണിന്റെ കെട്ടഴിക്കാൻ. ഗോപി, കണ്ണു തുറക്കൂ. എനിക്ക് കാഴ്ച, ഡോക്ടർ, എനിക്ക് കാഴ്ച കിട്ടി, എനിക്ക് കാഴ്ച കിട്ടി. വാസന്തി, വാസന്തി, ഡോക്ടർ, എന്റെ വാസന്തി ഇവിടെ പോയി. വാസന്തി അവളുടെ വീട്ടിൽ പോയി. എന്നെ കാണാതെയോ? പിന്നെ എനിക്ക് കണ്ണിൽ നിന്നാലോ ഡോക്ടർ? പറയൂ ഡോക്ടർ, പറയൂ. നിങ്ങൾക്ക് കണ്ണ് വെച്ച ഞാനല്ല, മറ്റൊരു ഡോക്ടറാണ്. അദ്ദേഹം അടുത്ത മുറിയിലിരിക്കും. ഡോക്ടർ, ഡോക്ടർ. വേണു, എന്റെ വേണു, എനിക്ക് മാപ്പ് തരുന്നേ. കഴിഞ്ഞതെല്ലാം മറന്നേക്ക് പോകും. വേണം, എനിക്ക് കണ്ണു ആരാണ്? നിന്റെ വാസന്തി. അല്ല, അവളെന്നെ ഉപേക്ഷിച്ചു പോയി. സത്യം പറയൂ വേണു, ആരാണ് എനിക്ക് കണ്ണു തന്നത്? മറ്റൊരു വാസന്തി. മറ്റൊരു വാസന്തിയോ? അതെ, ഏതൊരു വാസന്തി സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ തന്റെ ശരീരവും മനസ്സും മുഴുവനായി നിന്റെ മുന്നിൽ കാഴ്ചവെച്ചുവോ, ആ വാസന്തി. ചുംബനം കൊടുത്ത ചുണ്ടുകൊണ്ട് ചിറങ്ങിപ്പോകൂ എന്ന് നീ അട്ടഹസിച്ചപ്പോൾ അപമാനത്തിന്റെ നീറിപ്പുക എന്നെ അഗ്നിപർവ്വതം അകത്തൊതുക്കി വച്ചുകൊണ്ട് ഏതൊരു വാസന്തി നിശബ്ദയായി നടന്നു നീങ്ങിയോ, ആ വാസന്തി. നിന്റെ അഭിമാനം കാക്കാൻ വേണ്ടി അപമാനത്തിന്റെ ഭാരച്ചുവിടും കൊണ്ട് വഴിനീളം തെണ്ടി നടന്ന ഒരു വാസന്തിയില്ലേ, ആ വാസന്തി. സ്നേഹത്തിന്റെ സ്വർഗീയ സമ്പാദ്യമെന്നോർത്ത് നിന്റെ മകനെ കണ്ണീരൂട്ടി വളർത്തുന്ന ഒരു വാസന്തിയുണ്ട്, ആ വാസന്തി. രാധയോ? നിനക്ക് കണ്ണു തരാൻ മറ്റാരുണ്ട് ഈ ലോകത്ത് എന്നവളുടെ കാക്കൽ വീണ് നമസ്കരിക്കും. വേണു, വേണു, അവൾ എവിടെ? പറയൂ, അവളെ എനിക്കൊന്ന് കാണിച്ചു തരില്ലേ? ആ കണ്ണുകൊടുത്ത സ്ത്രീ രാധേ, രാധേ, എനിക്ക് മാപ്പു തരൂ. നിന്റെ ജീവിതം നശിപ്പിച്ച മഹാഭാവിയാണ് ഞാൻ. എനിക്ക് മാപ്പു തരൂ. മോനെ, എന്റെ പൊന്നുമോനെ, മോനെ. ഗോപി, എനിക്ക് ആശുപത്രിയിൽ അത്യാവശ്യ ജോലിയുണ്ട്, ഞാൻ ഉടനെ മടങ്ങാം. ഇന്ന് വേണ്ട വേണം, ഗ്രാമത്തിലുള്ള വീട് വരെ പോയിട്ട് നാളെ പോകണം. ശരി, മുൻവാ. ഓർമ്മകൾ തൻ ഇതളിലൂറും കണ്ണീരൊപ്പും കാറ്റേ, കുരുവികളെ ഇക്കിളിയാക്കല്ലേ, നീ ഇക്കിളിയാക്കല്ലേ. ഓടക്കുഴലൂതി വരും കുളുകാറ്റേ, കളിയോടം കളിയോടം കുഞ്ഞോളങ്ങളെ ഊഞ്ഞാലാടും ഓടം കളിയോടം.